ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. എം സുരാജിനും പാനൽ മെമ്പേഴ്സിനും നന്ദി പറയുന്നു. 12:45 നമ്മൾ അടുത്ത സെമിനാറിൽ കടക്കുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മാധവൻ നായർ, ഡോക്ടർ ഫ്രീമു വർഗീസ്, ഡോക്ടർ മാണിസ് കറിയ, സജി മാടപ്പള്ളി ഇവരെല്ലാം വേദിയിലേക്ക് വരണം. നമ്മൾ അടുത്ത സെമിനാർ ആരംഭിക്കുകയാണ്. ദയവായിട്ട് പോകരുത്. അത് 30 മിനിറ്റ്സ്. ചെറിമരത്തോടെ വസന്തം എന്താണ് ചെയ്തത്? വസന്തം വന്നപ്പോൾ ഒരുങ്ങിലിച്ച് നിന്ന് ആകാശത്തേക്ക് നിലവിളിച്ച് കൈകളുയർത്തി നിന്ന ചെറിമരത്തിൽ പെട്ടെന്ന് പച്ച നിറത്തിൽ ഇലകൾ വന്നു, പൂക്കൾ വന്നു, ചെറിപ്പഴങ്ങൾ ഉണ്ടായി. പൂക്കളിലെ മധു നുകരാൻ ചിത്രശലഭങ്ങൾ പാറിപ്പറന്ന് നടന്നു. പ്രണയിതാക്കൾ അതിൻ്റെ നിഴൽഛായയിൽ തോടുരുമിയിരുന്നു. ഇത് യുവത്വത്തിൻ്റെ, ക്ഷുഭിത യുവത്വത്തിൻ്റെ എന്നും രോമാഞ്ചകരമായ നോബൽ പ്രൈസ് കിട്ടിയ പാബ്ലോ നെരൂദയുടെ ഒരു വരിയാണ്. ഇതിവിടെ പറയാൻ കാരണം കേരളത്തിലെ കൃഷിമന്ത്രി ആയി കോമ്രേഡ് VS സുനിൽകുമാർ രംഗപ്രവേശനം ചെയ്തപ്പോൾ തരിച്ചു നിലമായി കിടന്ന ഹെക്ടർ കണക്കിന് ഭൂമികളിൽ വിത്തെറിഞ്ഞിട്ട് പൊന്നു വിളയിച്ച് പച്ച നിറത്തിലാക്കിയിരിക്കുന്നു. ഇതിവിടെ ചേർത്ത് വെക്കാൻ തോന്നുന്നു. അതാണ് I want to do with you what spring does with the cherry trees. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ മണ്ണിൽ പ്രതീക്ഷയുടെയും ഹരിത വിപ്ലവത്തിൻ്റെയും പ്രതിച്ഛായയായിട്ട് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഞാനിതിവിടെ അധികം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നാട്ടിൽ വെച്ചിട്ട് കേരള കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അത് കേവലമായ ഒരു പാർട്ടിയാണെന്ന്. എന്ന് മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം നോട്ട് അടിക്കുവാൻ യന്ത്രം കൂടി വാടിച്ചൊരു പാർട്ടിയാണെന്നൊക്കെ കേൾക്കുന്നു. പക്ഷേ ഷിക്കാഗോയിൽ വന്നപ്പോഴേ, ഷിക്കാഗോയിലാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനവും ഊർജവും ഉറവിടവും. മുട്ടുന്നവരെയെല്ലാം ഞാൻ കേരള കോൺഗ്രസ് ആണെന്ന് പറയുകയും അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുന്നത് അവർക്ക് വലിയ ഗുണങ്ങളുണ്ട്. കാരണം മലയോര കർഷകരാണ് അവർ. മലയോര കർഷകർ മണ്ണിനോട് മല്ലടിച്ച് അവിടെ പൊന്നു വിളയിച്ച് കനകം വിളയിച്ച് അവിടെ പിതാമഹരും അവരും അവിടെ കൃഷിയുമായിട്ട് വളരെ ബന്ധമുള്ളവരാണ്. അത് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഈ മണ്ണിൽ ഷിക്കാഗോയിൽ ഈ ഒരു വിഷയത്തിൻ്റെ ടൈറ്റിൽ അവതരിപ്പിക്കുമ്പോൾ അങ്ങനൊരു ബന്ധമുണ്ട്. ഒരു പക്ഷേ ഞാൻ ഇതിലേക്കൊന്നും കടക്കുന്നില്ല, കൃഷിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം ഭക്ഷ്യ വിളയും നാണ്യവിളയും എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ സംസ്കരിക്കണം, എങ്ങനെ കയറ്റുമതി ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന കേരള കോൺഗ്രസിൻ്റെ ഒരു പറ്റം ആൾക്കാർ ഇവിടെയുണ്ട്. അവർ കേരളത്തിലെ പുതിയ കൃഷിമന്ത്രിയെ, ഇപ്പോൾ പുതിയതല്ല പഴയതായി കൃഷിമന്ത്രിയായി വന്ന യുവാവായ ഊർജ്ജസ്വലനായ അദ്ദേഹത്തിൻ്റെ എല്ലാ കാർഷിക പരിഷ്കരണ വിപ്ലവ ആശയങ്ങളെയും എല്ലാം നന്നായി നോക്കിക്കാണുകയും വിമർശിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്യുന്നവരാണ് ഇവിടെയുള്ളവരെന്ന് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ അത്ര വിഷയത്തിലേക്ക് ഒന്നും പോകുന്നില്ല. എന്ന് മാത്രവുമല്ല, കേരളത്തിലൊരു കാർഷിക മ്യൂസിയം എന്ന് പറയുന്നതില്ല. പക്ഷേ പ്രവാസികളായി നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് ഇവിടെ ജോയി ചെമ്മാച്ചൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ അങ്ങനെ ഒരു കാർഷിക മ്യൂസിയം കൂടിയുണ്ട്. അത് കൂടുതൽ പ്രവാസികൾക്ക്, കേരളത്തിലെ കുട്ടികൾക്കും പ്രവാസികൾക്കും കൂടുതൽ കൃഷിയെക്കുറിച്ച് പഠിക്കാൻ ഉപകരിക്കുകയും ചെയ്യണമെന്ന് കൂടി മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. അത് കൂടുതൽ ജനകീയമാക്കണം കേരളത്തിലെ. പിന്നെ മറ്റൊന്ന് പറയുവാനുള്ളത്, അന്യ സംസ്ഥാനത്തിലെ പച്ചക്കറികൾ, നമ്മൾ കേരളത്തിലെ വീട്ടമ്മമാർക്ക് അറിയാം, പച്ചക്കറികൾ അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്നത് വിഷലിപ്തമായിരുന്നു. അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി വീടുകളിലെ ജൈവ കൃഷിക്ക് തുടക്കം കുറിച്ചിട്ട് ഇതിന് ഒട്ടനവധി പദ്ധതികളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾ ചർച്ചയിലൂടെ അത് പൂർണ്ണമാക്കണം. സമയക്കുറവായതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നുമില്ല. പക്ഷെ ഇവിടെ മുൻ ചർച്ച മോഡറേറ്ററായിരുന്ന കൃഷ്ണകിഷോർ അത് അവതരിപ്പിക്കാൻ വന്ന അളകയുമായിട്ടുള്ളൊരു കണക്ഷനെ ലിങ്ക് പറഞ്ഞു. അതേപോലെ ഞാനും VS സുനിൽകുമാരും തമ്മിലൊരു ലിങ്കുണ്ട്, ഒരു ബന്ധമുണ്ട്. ചിരിക്കേണ്ട, ആ ബന്ധമല്ല, ഒരു ബന്ധമുണ്ട്. ഞാൻ AESFൻ്റെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് VS സുനിൽകുമാർ എന്ന്, സഖാവ് VS സുനിൽകുമാർ എന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ദേശീയ സെക്രട്ടറി ആയി വന്നിരുന്നു. അദ്ദേഹം കാരണം മീഡിയയ്ക്കൊക്കെ നല്ലൊരു ടൈറ്റിൽ പോലെ അദ്ദേഹം കാരണം പലപ്പോഴുമായി ജയിൽ ജീവിതങ്ങളും ജയിലിൽ പോകേണ്ടി വരികയും അറസ്റ്റ് വരികയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്.
സ്വാശ്രയത്വ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായ സമയത്ത്, ആ സമയത്താണ് കോണുകൾ പോലെ ഉണ്ടായ സമയത്ത് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഉദ്ഘാടന സമയത്ത് പ്രതിരോധം ഏർപ്പെടുത്തണമെന്ന് പറയുകയും, ചെങ്ങന്നൂരാണ് എന്നെ ഏൽപ്പിച്ചിരുന്ന സ്ഥലം, ഞാൻ അവിടെ പോകുകയും എൻ്റെ താമരക്കുളത്തുള്ള കുറച്ച് പേരെ തരത്തിലും നിറത്തിലും വിദ്യാർത്ഥികളിൽ നിന്ന് തോന്നുന്ന കുറച്ച് പേരെ ലോറിയിൽ കയറ്റി അവിടെ കൊണ്ടുപോയി പിക്കറ്റിങ്ങിന് തയ്യാറെടുക്കുന്ന സമയത്താണ്. അപ്പം വിദ്യാർത്ഥികളെല്ലാം കോളേജിൽ പോയവർക്ക് ഒരു ഭയമുണ്ട്, അറസ്റ്റ് ചെയ്ത് അകത്ത് പോകുമോ എന്ന്. അപ്പം തരത്തിലും നിറത്തിലും വിദ്യാർത്ഥികളെ പോലെ ഇരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾ ദത്തെടുത്തുകൊണ്ട് പോയാണ് പിക്കറ്റിങ്ങിന് പോയത്. തരത്തിലും നിറത്തിലും എന്ന് പറയുമ്പോൾ പണ്ട് മെക്കാളെ കരുതുകയും പോലീസ് അവിടെയുള്ളവരെ ലാത്തി ചാർജ് നടത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പം പണ്ട് വിദ്യാർത്ഥി പരീക്ഷയുള്ളവർക്കെല്ലാം അറിയാം, ശത്രുക്കളാണ് കല്ലെടുത്തെറിയുന്നത്. ശത്രുക്കൾ പറയുന്നു സമരം വിജയിപ്പിക്കാൻ വേണ്ടി കല്ലെടുത്ത് പ്രത്യേക നിർദ്ദേശപ്രകാരം ഇവിടെ ഇന്ന കോളേജുകളിൽ ഉപരോധിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സമരമുഖങ്ങളിലൂടെ സഖാവിൻ്റെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഞാൻ ഓർക്കുന്നത് നെൽസൺ മണ്ടേല ജയിലിൽ കിടന്ന സമയത്ത്, ദക്ഷിണാഫ്രിക്കയിലെ ജയിലിൽ കിടന്ന സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന ബോത്തയ്ക്ക് കേരളത്തിൽ നിന്ന് 10 ലക്ഷം കത്തുകൾ അയക്കണമായിരുന്നു ബോത്തെ നെൽസൺ മണ്ടേലെ ഫ്രീ ആക്കുവാൻ വേണ്ടി. അന്ന് ഞങ്ങൾ എൻ്റെ കെയർ ഓഫിൽ എൻ്റെ കോളേജിലും പരിസര പ്രദേശത്തുള്ള കോളേജിലും ഒരു 10,000 കത്തുകൾ കളക്ട് ചെയ്ത് ബോത്തയ്ക്ക് അയച്ചു. അങ്ങനെ കുറേ പരിപാടികളിൽ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ബന്ധമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഓർമ്മയാണ്. ആദർശപരമായ മാതൃകയും ആദർശവൽക്കരിക്കപ്പെടേണ്ട മാതൃകയും ആദർശ വ്യക്തിത്വവുമെല്ലാം രാഷ്ട്രീയത്തിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് കോൺഗ്രസ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എല്ലാം ആദർശ വ്യക്തിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് മാറുകയും പണത്തിൻ്റെയും മറ്റ് അഴിമതികളുടെയും പ്രലോഭനങ്ങളിൽ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അഭിമാനിക്കാൻ പറ്റുന്ന കുറച്ച് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന സ്വരാജും MP രാജേഷും നമ്മുടെ മന്ത്രിയുമല്ല. അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ഒരു ദിവസം പത്രത്തിൽ നമ്മൾ സിനിമയിൽ മാത്രമേ കാണാറുള്ളൂ, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഈ മന്ത്രികുമാരനായിട്ട് ഇങ്ങനെ ലുങ്കിയൊക്കെ കൊടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു മെലോ ഡ്രാമ. പക്ഷേ ഒരു ദിവസം പത്രത്തിൽ നോക്കുമ്പോഴാണ് മന്ത്രി സുനിൽകുമാറിൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരു ലുങ്കി ഉടുത്തിട്ട് അവിടുത്തെ പരാതിക്കാരായിട്ടുള്ള അദ്ദേഹത്തെ സന്ദർശിക്കുവാനായിട്ടുള്ളവർക്ക് ആവരാതികൾ സ്വീകരിക്കാൻ സ്വന്തം വീടിൻ്റെ മുറ്റത്ത് ലുങ്കി ഉടുത്ത് നിൽക്കുന്ന ഒരു മന്ത്രി. അതാണ് ജനകീയ മന്ത്രി, അതായിരിക്കണം ഒരു ജനകീയ മന്ത്രി. അത്തരത്തിലുള്ളൊരു മന്ത്രിക്കാണ് മനുഷ്യൻ്റെ ഭക്ഷണവും പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞതുപോലെ ശരിമരത്തോടെ വസന്തം എന്താണ് ചെയ്തത്. വസന്തം വന്നപ്പോൾ ഹരിതാഭമായതുപോലെ തന്നെ കേരളത്തിൻ്റെ കൃഷി മേഖലകളിലെ ഹരിത വിപ്ലവം നടത്തുവാൻ ഈ മന്ത്രി പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരിക്കുന്നു. അതിലേക്ക് ഉള്ള ഒരു അതെന്താണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കേൾക്കാം. ഞാൻ അദ്ദേഹത്തെ വിനയപൂർവ്വം പ്രസ് ക്ലബിൻ്റെ പേരിൽ ഈ സ്റ്റേജിലേക്ക് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും വിഷയം അവതരിപ്പിക്കാൻ ക്ഷണിക്കുകയും ചെയ്യുകയും നന്ദി, നമസ്കാരം. ഡോക്ടർ ബാബു വള്ളിയോടൻ, യൂണിവേഴ്സിറ്റി ഓഫ് മിസോറി, പാനലിസ്റ്റ് വിട്ടുപോയി ക്ഷണിക്കുക. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ ബാബു വള്ളിയോടൻ. വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഈ സമ്മേളനത്തിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ പങ്ക് കൂടി ഉൾപ്പെടുത്തിയതിൽ ഞാൻ ഈ സംഘടനയോട് പ്രത്യേകമായ നന്ദിയും എൻ്റെ കടപ്പാടും അറിയിക്കുകയാണ്. ഈ വിഷയത്തിൽ കാർഷിക വികസനത്തിലെ മാധ്യമങ്ങളുടെ പങ്ക് എന്നതാണ് വിഷയമെങ്കിലും അതിൽ മാത്രം ഒതുങ്ങി നിന്ന് ഒരു സംസാരം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി കാര്യങ്ങൾ ചിലപ്പോൾ പറയേണ്ടി വരും. ഇതിൽ കാർഷിക വികസനത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ടത് ആകാശവാണിയാണ്. ഒരു കാലത്ത് കേരളത്തിലെ എല്ലാ വീടുകളിലും ചലച്ചിത്ര ഗാനം കേട്ടിരുന്നതും റേഡിയോ രാവിലെ അത് തുറക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ട്യൂൺ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. ഒരു മൂളൽ, ഒരു പ്രത്യേക രീതിയിലുള്ള മ്യൂസിക്കോട് കൂടി റേഡിയോ തുറക്കുന്നതും ഒക്കെ നമ്മുടെ ഓർമ്മകളുണ്ടാവും. അന്ന് നമ്മുടെ ഗൃഹാതിരത്വം പോലെയുള്ളൊരു ഓർമ്മയാണ്
വൈകുന്നേരം കേൾക്കാറുള്ള വയലും വീടും. കാർഷിക മേഖലയിൽ ഏറ്റവും വലിയ പങ്കുവച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ആകാശവാണിയുടെ വയലും വീടും എന്ന ഒരു പരിപാടി. അത് കൃഷിക്കാരെല്ലാവരും, കൃഷിക്കാരല്ലാത്തവരും ഈ വയലും വീടും എല്ലാവരും അന്ന് സന്ധ്യാസമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. വയലും വീടും കേൾക്കുന്നവരാണ് എല്ലാവരും. അന്ന് റേഡിയോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത് കൃഷിയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നുകൊണ്ടാണ് റേഡിയോ അത് വളരെ പ്രധാനപ്പെട്ട സമയത്ത് തന്നെ വയലും വീടും ക്ഷേമം ചെയ്യാൻ ഇടയാക്കിയത്. എന്നാൽ പിന്നീട് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ തന്നെ കൃഷിക്കൊരു പ്രത്യേകമായ പേജ്, മാതൃഭൂമിയാണെന്ന് തോന്നുന്നു ആദ്യം അതിൻ്റെ ഒരു പ്രത്യേക പേജ് തുടങ്ങിയത് മാതൃഭൂമിയാണെന്നാണ് തോന്നുന്നത്. എല്ലാ പത്രങ്ങളും, മനോരമയും മാതൃഭൂമിയും ദീപികയും അങ്ങനെ ദൂരദർശനെല്ലാം കൃഷിക്ക് വേണ്ടി പ്രത്യേകമായ പത്രമാധ്യമങ്ങൾക്ക് പ്രത്യേകമായ പ്രാധാന്യം കൊടുത്തു. പിന്നെ കൃഷി നമ്മുടെ കേരളത്തില് നേരത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നതുപോലെ അല്ലാതായി തീർന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു രംഗമാണ് കൃഷി എന്ന് പറയുന്ന രംഗം. പക്ഷെ ഇപ്പോ എനിക്ക് വളരെ ആവേശവും സന്തോഷവും തോന്നുന്നൊരു കാര്യം, നമ്മുടെ എല്ലാ ദൃശ്യ ശ്രാവ്യ പ്രിന്റ് മീഡിയകളെല്ലാം ഇന്ന് കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഏഷ്യാനെറ്റിലെ കൃഷിദീപം, അതുപോലെ മാതൃഭൂമിയിലെ കൃഷിഭൂമി എന്ന പരിപാടി, മലയാള മനോരമയുടെ പരിപാടി, അങ്ങനെ എല്ലാ TV ചാനലുകളും ഇന്ന് കൃഷി ഒരു പ്രധാനപ്പെട്ട ഒരു അവരുടെ വാർത്തകളിലെ വിശകലനങ്ങളെല്ലാം പ്രധാനപ്പെട്ട ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വാർത്ത എന്ന പരിപാടിയിലും അധികം വരുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളാണ്. കാരണം ജനങ്ങൾക്ക് ഒരു നയനാനന്ദകരമായിട്ടുള്ള ഒരു കാഴ്ച നൽകുന്നതും കൂടിയാണ് കൃഷി എന്നുള്ളത് കൊണ്ടായിരിക്കാം കൃഷിയെ പറ്റിയുള്ള വാർത്തകൾ, ഒരുപാട് വാർത്തകൾ നിരന്തരമായി ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവാർഡുകൾ, കഴിഞ്ഞ ദിവസം കൈരളി ചാനൽ ഒരു അവാർഡ് പരിപാടി, ഒരു അവാർഡ് നൈറ്റ് പോലെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള അവാർഡ് പരിപാടി കൈരളി ചാനൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്. മാതൃഭൂമി ഏഷ്യാനെറ്റ് ചാനലും അതുപോലെ തന്നെ ഒരു വലിയൊരു പരിപാടിന് മുമ്പ് കർഷകരുടെ അവാർഡ് ദാന പരിപാടി, ഞാനാണ് അവാർഡ് ദാന പരിപാടി പ്രഖ്യാപിക്കാൻ പോയത്. മാതൃഭൂമി ചാനലിൽ ഒരു പരിപാടി പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ മറ്റു പല റിയാലിറ്റി ഷോകളിലൊക്കെ പ്രഖ്യാപിക്കുന്ന പോലെ ആളുകൾ, കൃഷിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നിരുന്നത് ചർച്ച ചെയ്ത് പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സമീപനം നമ്മുടെ കേരളത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കൃഷി സംബന്ധമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ ധാരാളം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു കൃഷിമന്ത്രി എന്ന നിലയിൽ എനിക്കത് വളരെയധികം ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം, നമുക്ക് ആദ്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ കാർഷിക സംസ്കാരം, നമ്മുടെ മനുഷ്യന്റെ ഒരു പ്രത്യേക സ്വഭാവം, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള സംസ്കാരത്തെ നമ്മൾ എങ്ങനെ വിചാരിച്ചാലും നമുക്ക് കളയാൻ കഴിയും, തല്ലിക്കെടുത്താൻ കഴിയില്ല. ഞാനിവിടെ അമേരിക്കയിൽ വന്നപ്പോഴും ഒക്കെ ഇന്നിപ്പോൾ രാവിലെ ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ ചക്ക പഴുത്ത് ഞങ്ങൾക്ക് തന്നു. അത് നമുക്ക് അവരത്, ഞാൻ ചെന്നപ്പോൾ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പോലെ ഒരു പരിപാടി, അവിടുത്തെ ഇതിന്റെ പേരെന്താണ്, ഒരു മുറം പിന്നെ ഓർഗാനിക് വെജിറ്റബിൾ എനിക്ക് കൊണ്ടു തന്നു ഒരു മലയാളി സുഹൃത്ത്. വളരെ ആവേശത്തോട് കൂടിയിട്ടാണ്. ഞാൻ അതിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അയാൾക്ക് ഈ നമ്മുടെ സാധാരണ കർഷകന്റെ ഒരു തിളക്കം അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള ഒരു സംസ്കാരം, ഹിന്ദു സംസ്കാരമോ അല്ലെങ്കിൽ ക്രൈസ്തവ സംസ്കാരമോ ഗ്രാനായ സഭ സംസ്കാരമോ അല്ലെങ്കിൽ പിന്നെ ഈഴവ സംസ്കാരമോ നായർ സംസ്കാരമോ അല്ലെങ്കിൽ മുസ്ലിം സംസ്കാരം എന്നല്ല, നമ്മുടെ എല്ലാ മനുഷ്യരുള്ള ഒരേ ഒരു സംസ്കാരം എന്ന് പറയുന്നത് അത് ഈ കാർഷിക സംസ്കാരമാണ്. അതുകൊണ്ടാണ് അമേരിക്കയിലായാലും നമ്മൾ ജപ്പാനിലായാലും ഭൂമിയിൽ വിത്തിടുക, അത് മുളച്ചു വരുന്നത് കാത്തിരിക്കുക, അതിന് വെള്ളമൊഴിക്കുക, അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള, നമ്മുടെ ജീനിൽ അലിഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ സ്വഭാവ സവിശേഷതകളാണ്. അത് ഇടക്കാലത്ത് വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഇപ്പൊ പതുക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇലക്ഷനിലൊക്കെ ജയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഞാൻ മന്ത്രി എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, കൃഷിക്ക് ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കുന്നതോടുകൂടി ഒരുപാട് ആളുകൾ കൃഷിയിലേക്ക് വരും. അത് അവരുടെ രക്തത്തിൽ അല്ലെങ്കിൽ സംസ്കാരത്തെ ആണെങ്കിലും പെട്ടെന്ന് ഉണർത്തിയെടുക്കാൻ വേണ്ടി കഴിയും. അതിൽ മാധ്യമങ്ങൾ വലിയൊരു പങ്ക് ഇന്ന് കേരളത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അത് മാധ്യമങ്ങളെ പ്രകീർത്തിക്കാതിരിക്കാൻ കഴിയില്ല. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ അവനെ തേടി പോകുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ നേരത്തെ പറഞ്ഞു, നമ്മുടെ വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന ആത്മഹത്യകളെ പറ്റി അവിടെ അന്വേഷിച്ചു. ലാക്മയുടെ പിന്നെ ഒരു പരിപാടിക്ക് പോയ പത്രപ്രവർത്തകരൊന്നും അവിടെ പോയില്ല എന്ന് പറയുന്നത് പോലെയല്ല കേരളത്തിലെ പത്രമാധ്യമങ്ങൾ കൃഷിക്കാരന്റെ പ്രശ്നങ്ങളിലേക്ക് കുറേയേറെ ചെല്ലുന്നുണ്ട്. അവന്റെ സൂക്ഷ്മമായ പ്രശ്നങ്ങൾ, അവിടെ നെല്ലിന് വില കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വിള പ്രശ്നം. പിന്നെ എനിക്ക് തന്നെ പലപ്പോഴും പല വിഷയങ്ങളും എൻ്റെ ശ്രദ്ധയിൽ വരുന്നതിന് ഇടപെടുന്നതിനുള്ള സഹായമാകുന്നത് ഈ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ തന്നെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അപ്പപ്പോൾ അത് നോട്ട് ചെയ്യണം. അതിൻ്റെ പ്രസ് കട്ടിങ്സ് എടുത്തുകൊണ്ട് പിറ്റേ ദിവസം എനിക്ക് വരുമ്പോൾ അത് ഒരു നോട്ടായി തരണം എന്ന് പറയുന്ന ഒരാളെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം മാധ്യമങ്ങൾ ഇപ്പോൾ നന്നായി ഒരു താല്പര്യം കാണിക്കുന്നതുകൊണ്ടാണ്. കാരണം മാധ്യമങ്ങൾ കൃഷിക്കാരുടെ പക്ഷത്തേക്ക് നിൽക്കുന്ന ഒരു സമീപനം എടുത്തിരിക്കുന്നു. നേരത്തെ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. കൃഷിക്കാരനോടായിരുന്നു നമുക്ക് ഒരു ജോലിയില്ലാത്ത ആളുകൾ സ്വസ്ഥം കൃഷി എന്നാണ് ആധാരത്തിൽ എഴുതി വയ്ക്കുക. നമ്മുടെ ആധാരത്തിൽ ജോലി എഴുതി വയ്ക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ മൂന്നാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് PKയുടെ പേര് രജിസ്റ്റർ ചെയ്തപ്പോൾ അതിനകത്ത് ആധാരത്തിൽ എഴുതിയിരിക്കുന്നത് സ്വസ്ഥം കൃഷി എന്നാണ്. കാരണം അന്ന് ആധാര ഭാഷ അതാണ്. എല്ലാവരും ഒരു കൃഷി എന്ന് എഴുതി വയ്ക്കും. അപ്പൊ കൃഷി ചെയ്യാൻ ഒരു പണിയില്ലാത്ത ആളെ പറ്റിയാണ് കൃഷി എന്ന് പറയുന്നത്. എന്താ ജോലി എന്ന് വെച്ചാൽ കൃഷി ആവാം. ജോലിയൊന്നും ഇല്ലാത്ത ഒരാൾ എന്ന നിലയിലാണ് ഒരു പുച്ഛാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് കൃഷിയോട് താല്പര്യമുള്ളതാണ്. ഞാൻ അന്ന് തൊട്ട് ശ്രദ്ധിച്ചുള്ള ഒരു കാര്യം, നമ്മുടെ ഒരു ജനങ്ങളുടെ സമീപനത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ തൃശ്ശൂർ കേരളമ്മ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്തിക്കാടിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ കാഞ്ഞാണി സെന്ററിൽ നിന്നും പിന്നെ ഒരു പാടത്ത് കൂടെ 2 കിലോമീറ്റർ പോകണം. പെരുമ്പുഴ പാടം എന്നാണ് പറയുന്നത്. തൃശ്ശൂർ കോൾപ്പാടത്താണ്. ആ മനോഹരമായ പാടശേഖരത്തിൽ കൂടെ റോഡ് അതിലൂടെ കടന്നു പോകുമ്പോൾ ഈ കൊയ്ത്ത് കാലത്തും അതുപോലെ തന്നെ ഞാറ് നടുന്ന സമയത്തും അല്ലാത്ത സമയത്തെല്ലാം കൃഷിപ്പണി നടക്കുന്ന സമയത്തെല്ലാം കുറേയേറെ കർഷകത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ ഈ റോഡിന്റെ മധ്യത്തിൽ വണ്ടി കയറാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ജോലി കഴിഞ്ഞു പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ പാടത്തേക്ക് പണിക്ക് വരുന്നവരായിരിക്കും. അപ്പോൾ ഞാൻ അന്തിക്കാട്ട് കയറുമ്പോൾ മുതൽ ഞാൻ നോക്കും. അപ്പോൾ ഒരു സെന്ററിൽ എത്തുമ്പോൾ ഈ സ്കൂൾ ടീച്ചർമാരെയൊക്കെ ബസ് കണ്ടക്ടർമാർ വളരെ ഭവ്യതയോടുകൂടി സ്നേഹത്തോടുകൂടി ബസ്സിനകത്തേക്ക് അവർ ആനയിച്ച് കയറ്റി ടീച്ചറെ കയറിയിരിക്കും. അവർ പോകാൻ വഴിയൊക്കെ ടീച്ചർക്ക് ഒരുക്കി കൊടുക്കും. അതുപോലെ സർക്കാർ ജീവനക്കാരോട് നല്ല ഡ്രസ്സിട്ട ആളുകളൊക്കെ വലിയ താല്പര്യത്തോടുകൂടി ഈ കണ്ടക്ടർമാർ കിളികളൊക്കെ അവിടെ പെരുമാറുന്നു. അത് കഴിഞ്ഞ് പെരുമ്പുഴ പാടത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഈ കർഷക തൊഴിലാളികൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര തിക്കും തിരക്കും, അവരോടുള്ള പുച്ഛവും, അവരെ കയറുമ്പോഴേക്കും ബെല്ലടിക്കും, അപ്പോഴേക്കും വിസിലടിക്കും, അവരെ എന്താ പറയാ അവരെടുത്ത്. ഞാൻ അന്ന് തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു എന്നെ സ്ട്രൈക്ക് ചെയ്തുള്ളൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ മണ്ണിൽ പണിയെടുക്കുന്നവരോട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്രമാത്രം പുച്ഛം? അത് നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ ഈ സമീപനമാണ്. മണ്ണിൽ പണിയെടുക്കുന്നവരോടുള്ള നമ്മുടെ ഈ പുച്ഛം, അത് ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പുച്ഛം എന്ന് പറയുന്നത് കൃഷി അവരുടെ ഉടമസ്ഥയിലുള്ളതും ഈ പണിയെടുക്കുന്നവൻ അവന്റെ കീഴാളനുമായതുകൊണ്ടുള്ള പുച്ഛമായിരുന്നു. പക്ഷെ പിന്നീട് ആ പുച്ഛം നമ്മുടെ സമൂഹത്തിന്റെ മൊത്തം കൃഷിയോടുള്ളൊരു പുച്ഛമായിട്ട് നമുക്ക് മാറി എന്നുള്ളതാണ് സത്യം. ഈ അധ്വാനത്തിന്റെ മഹത്വത്തോടുള്ള നമ്മുടെ ഈ ഒരു പുച്ഛമാണ് നമ്മുടെ കേരളത്തിലെ കൃഷി തകരാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. ഈ കൃഷി ഇന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതിന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രെൻഡ് ഉണ്ടാക്കണം എന്ന് പറയുന്നതിന് കാരണം, കൃഷി എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യം, കൃഷി നഷ്ടമാണ്, കൃഷി ഗുണമുള്ളൊരു കാര്യമില്ല, നീ കൃഷിയിലേക്കൊന്നും പോകണ്ട, കൃഷിയിലേക്ക് പോകാൻ ആരും താല്പര്യപ്പെടുന്നില്ല. കുട്ടികളോടൊക്കെ ചോദിക്കും രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് പോലെ, അത് ചിലപ്പോൾ ജനാധിപത്യത്തെ പറ്റി പറയുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആരും താല്പര്യപ്പെടുന്നു, ആരും പറയില്ല ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയും. കാരണം രാഷ്ട്രീയത്തിൽ പോകുന്നവരൊക്കെ വളരെ മോശപ്പെട്ട ആൾക്കാരും പിന്നെ കള്ളന്മാരും ആളുകളെ പറ്റിക്കുന്നവരൊക്കെ ആയിട്ടാണ് കുറെ ആളുകൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഒരു മാനസിക രോഗമാണ്. രാഷ്ട്രീയക്കാരോടുള്ളൊരു പുച്ഛം ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മളെല്ലാവരും കുറെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ പക്ഷേ അതിൽ പങ്കുവയ്ക്കുന്നുണ്ടാകാം. പക്ഷെ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അതൊരു ഫാഷൻ പോലെയാണ്. ഇതുപോലെയാണ് നമ്മൾ കൃഷി എന്ന് പറയുന്നതും. ആരെങ്കിലും വരാൻ പിന്നെ കുട്ടികളോട് ചോദിച്ചാൽ നീ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കുട്ടി ഞാൻ കൃഷിയിലേക്ക് വരണമെന്ന് പറയുന്ന ഒരു എടുക്കുന്നില്ല. കാരണം കൃഷി എന്ന് പറയുന്നത് ലാഭകരമല്ലാത്ത ഒരു കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്.
ഇവിടെ ഞാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു മന്ത്രി എന്ന് എനിക്ക് പറയാനൊരു കാര്യം, കൃഷി എന്ന് പറയുന്നത് സത്യത്തിൽ നഷ്ടത്തിലുള്ള ഒരു നഷ്ട കച്ചവടമോ അല്ലെങ്കിൽ കൃഷി ലാഭകരമല്ലാത്ത ഒരു പണിയല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്ന പൈസയാണോ കൃഷിയുടെ ലാഭം? നിങ്ങൾ നെൽകൃഷി ചെയ്യുമ്പോൾ നെൽകൃഷിയിലൂടെ നിങ്ങൾ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു, നിങ്ങൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു എന്ന് മാത്രമാണ്. നെൽകൃഷി എന്ന് പറയുന്നത് സത്യത്തിൽ വെറും കൃഷിയല്ല, വെറും നെല്ലുൽപാദിപ്പിക്കൽ മാത്രമല്ല, ഒരു ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം അവിടെ നടക്കുന്നുണ്ട്. ജലത്തിന്റെ സുരക്ഷിതത്വമായ സംരക്ഷണം അവിടെ നടക്കുന്നുണ്ട്. മനുഷ്യജീവന്റെ നിലനിൽപ്പിന്റെ ആധാരമായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് വെള്ളമാണ്, ശുദ്ധവായുവാണ്. ഈ രണ്ട് കാര്യങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൃഷി ചെയ്യുന്ന കൃഷിക്കാരന്റെ പോക്കറ്റിലേക്ക് കിട്ടുന്ന ലാഭത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൃഷിയെ വിലയിരുത്താൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം കൃഷി നഷ്ടത്തിലാണെന്നും നെൽകൃഷി നഷ്ടത്തിലാണെന്നും നെൽകൃഷി കൊണ്ട് ലാഭം ഉണ്ടാക്കുക പിന്നെ പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ പോലെ മനോഹരമായ ധാരാളം നെൽവയലുകളും പാടശേഖരങ്ങളും കൃഷിയും പഞ്ചകൃഷികളും ജൈവ വൈവിധ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന തോടുകളും കായലുകളും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ നാട്, നിങ്ങളെല്ലാവരും അമേരിക്കയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഓർമ്മകളാണ്. ഒരു 25 കൊല്ലമായിട്ട് കേരളത്തിലേക്ക് പോകാത്ത 50 കൊല്ലമായിട്ട് കേരളത്തിലേക്ക് പോകാത്തവരെ സംബന്ധിച്ച് അന്നുണ്ടായിരുന്ന ഓർമ്മകളുടെ ഒരു വലിയ ഒരു ചിത്രങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാടവരമ്പത്ത് കൂടിയാണ് നമ്മൾ നടന്നു പോകാറുള്ളത്. അപ്പോൾ നമ്മൾ ട്രൗസർ ഇട്ട് പോകുമ്പോൾ നമ്മുടെ കാലിന്റെ തുടയിലൂടെ ഇങ്ങനെ ഈ നെല്ലിന്റെ ഇതിങ്ങനെ ഒരഞ്ഞിങ്ങനെ പോകും. നമുക്ക് നെല്ലിന്റെ കൂടെ കാറ്റ് വീശുമ്പോൾ നമുക്ക് ആ ഒരു സൗന്ദര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. പാടത്തൂടെ പോകുമ്പോൾ നിറയെ മീനുകൾ പാടത്തുകൂടെ ഇങ്ങനെ തോട്ടിൽ കൂടെ ഒക്കെ അങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പലതരത്തിലുള്ള പരൽ മീനുകൾ, പലതരത്തിലുള്ള മീനുകൾ നമുക്ക് കാണാൻ പറ്റും. കിളികൾ, ധാരാളം കിളികളുണ്ട്, കുഞ്ഞാറ്റക്കിളി. അങ്ങനെ നമ്മുടെ ഒരു സൗന്ദര്യം അവിടെ ഒരുപാട്. വീട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ വെള്ളം ദാഹിക്കുമ്പോൾ നമ്മൾ കിണറ്റിന്ന് വെള്ളം നേരിട്ട് കോരി കുടിക്കും. നമ്മൾ കുപ്പിയിലൊന്നും വെള്ളം കൊണ്ടുപോകാറില്ല. ഒരുപാട് കിണറുകളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് വെള്ളം കോരി കുടിക്കും. നമ്മൾ മഴ കൊള്ളും. അങ്ങനെയൊക്കെ നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് വികസനം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ വീടില്ല, റോഡ് ഉണ്ടായിരുന്നില്ല, വലിയൊരു കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ അടിസ്ഥാനപരമായി നമുക്കുണ്ടായിരുന്ന ഈ കാര്യങ്ങളെല്ലാം നമുക്കുണ്ടായിരുന്നു. ഏറ്റവും മനുഷ്യന് ആവശ്യമായിട്ടുള്ള ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, സ്വച്ഛമായ ഒരു അന്തരീക്ഷം എല്ലാം നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എന്താണുള്ളത്? നമുക്ക് വീതിയുള്ള റോഡുകളുണ്ട്, എന്നാൽ നല്ല റോഡുകളല്ല, പക്ഷെ കുറേ റോഡുകളുണ്ട്. കുറേയേറെ വികസനം നമ്മുടെ നാട്ടിൽ വന്നു. നമുക്ക് ഒരുപാട് നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയി. പക്ഷേ നമുക്ക് നല്ല വായുവില്ല, നമുക്ക് നല്ല വെള്ളമില്ല, നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല, നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പിറകോട്ടടിയാണ്. പാടങ്ങളെല്ലാം നമ്മൾ ധാരണ കൃഷി ചെയ്യുന്നതല്ല, എല്ലാം നികത്തി നമ്മൾ അവസാനിപ്പിച്ചു. 13 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന നെൽവയല് 1,96,000 ചുരുങ്ങി താഴേക്ക് പോയി. 13 ലക്ഷത്തിൽ നിന്നാണ് നമ്മൾ താഴേക്ക് വന്നിരിക്കുന്നത്. കേരളത്തിന് ആവശ്യമായിട്ട് വരുന്ന നെല്ലിന്റെ ആവശ്യം 40 ലക്ഷം മെട്രിക് ടൺ നെല്ല് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഉത്പാദിപ്പിക്കുന്ന 5.5 ലക്ഷം മെട്രിക് ടൺ നെല്ല് മാത്രമാണ്. 20 ലക്ഷം മെട്രിക് ടൺ പച്ചക്കറി ആവശ്യമുണ്ട്. നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് 7 ലക്ഷം മെട്രിക് ടൺ പച്ചക്കറി മാത്രമാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന എല്ലാ പച്ചക്കറിയും ചോറും മാത്രമല്ല കഴിച്ചത്. നമ്മൾ കഴിച്ചത് എത്രയും തരം നമ്മുടെ ആരോഗ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സത്യത്തിൽ നമ്മുടെ കേരളീയ ആരോഗ്യത്തിന്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ പൊതു ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ച മാത്രമല്ല, നമ്മുടെ ജീവിത രീതിയായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വൈവിധ്യങ്ങളായിരുന്നു നമ്മുടെ മഹനീയമായ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ വൈവിധ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണശീലങ്ങളായിരുന്നു. ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ഭക്ഷണശീലം. നല്ല കിഴങ്ങ് വർഗ്ഗങ്ങള്, പഴവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, വിവിധ പച്ചക്കറികൾ, പലതരത്തിൽ ഇലക്കറികൾ, ഇങ്ങനെ സമ്പന്നമായിട്ടുള്ള നമ്മുടെ ഒരു കേരളം. 3400 മില്ലിമീറ്റർ മഴ പെയ്യുന്ന സ്ഥലം, 44 നദികളുള്ള സ്ഥലം, ധാരാളം നെൽവയലുകളും നീർച്ചാലുകളും തണ്ണീർത്തടങ്ങളാൽ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ആ സ്ഥലത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വൈവിധ്യമാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. കാർഷിക മേഖലയിൽ തകർച്ച മൂലം സംഭവിച്ചത് നമ്മുടെ കൃഷി നശിക്കുക മാത്രമുണ്ടായത്. നമ്മുടെ ആവാസ വ്യവസ്ഥ തകർന്നു, ശുദ്ധജല ലഭ്യത നമുക്ക് നഷ്ടപ്പെട്ടു പോയി.
നമ്മുടെ ഇക്കോസിസ്റ്റം തകരാറിലായി. പൂർണ്ണമായിട്ടും നമ്മൾ പരാശ്രയത്വത്തിലേക്ക് നമ്മൾ പോയി എന്നുള്ളതാണ്. എല്ലാ കാര്യത്തെ പറ്റി ഞാൻ പറയുന്നില്ല. ശുദ്ധജലത്തിന്റെ കാര്യം എൻ്റെ ഒരു അനുഭവം ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രതി ഇവിടെ പറഞ്ഞു, ഞാനും രതിയൊക്കെ ISF ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. ആ സമയത്ത് ഫ്രാൻസിൽ നിന്നൊരു ഡെലിഗേഷൻ വേൾഡ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസിന്റെ ഒരു ഡെലിഗേഷൻ കേരളത്തിലേക്ക് വന്നു. ആ ഫ്രാൻസിൽ നിന്ന് വന്ന ഡെലിഗേഷൻ 1985 ഞാനത് കേരള കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ എന്നെയാണ് ചുമതലപ്പെടുത്തിയത് ഈ ഡെലിഗേഷനെ കേരളത്തിൽ കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലത്തും കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഞാനായിരുന്നു ഗൈഡ്. അപ്പൊ അന്ന് ഈ ഫ്രാൻസ് ഡെലിഗേഷൻ എന്നോട് തിരുവനന്തപുരത്ത് വെച്ച് ചോദിച്ചു, ഞങ്ങൾക്ക് മിനറൽ വാട്ടർ വേണമെന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ONV കുറുപ്പിന്റെ ആ കവിതയിലാണ് തൻ്റെതല്ല കിടാവിനെ കണ്ടതള്ളയെപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്തോ ഇത് ഒരു അശ്ലീലം പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. കുപ്പിവെള്ളോ ഈ മിനറൽ വാട്ടറോ? ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാ സ്ഥലത്തും വെള്ളം കിട്ടുന്നതാണ്, ഇവിടെ എങ്ങനെ കുപ്പിവെള്ളം എന്ന് പറയുന്ന പരിപാടി ഞാൻ കേട്ടിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെയും മിനറൽ വാട്ടർ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ തിരുവനന്തപുരത്ത് പലയിടത്ത് അന്വേഷിച്ചപ്പോൾ ഒരു സ്ഥലത്ത് മിനറൽ വാട്ടർ എന്ന് പറയുന്ന സംഗതി ആർക്കറിയില്ല. അങ്ങനെ ഇവരോട് പറഞ്ഞു. ഇവർക്കപ്പോൾ നമ്മൾ അന്ന് ഏതൊരു ഹോട്ടലിൽ അവർക്ക് വേണ്ട വെള്ളമൊക്കെ ശുദ്ധമായ വെള്ളം ഒക്കെ അവർ കൊടുത്തു. ആലപ്പുഴയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നും അന്ന് ചില്ല് കുപ്പിയിൽ വെള്ളം 10 കുപ്പി വെള്ളം അവരെ എവിടുന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. 85 ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന വെള്ളമാണ്. ഞാനിതൊരു വലിയൊരു വിശിഷ്ടമായ വസ്തു കാണിച്ചു തന്നാൽ അവർ കാണിച്ചു തന്നു. ഞാൻ അന്ന് ഇതെന്ത് സംഭവം. അപ്പൊ അതിൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത് തന്നെ. അപ്പൊ ഞാൻ അന്നാണ് മനസ്സിലാക്കിയത് ഈ വെള്ളത്തിൽ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള സംഗതിയാണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലെ വെള്ളത്തിലൊക്കെ ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ നല്ല പിന്നെ ചെങ്കലിലുള്ള കിണർ കുത്തുമ്പോൾ അതിൽ വെള്ളം എന്ന് പറയുന്നത് നല്ല സുന്ദരമായ വെള്ളമാണ്. കൽക്കണത്തിലെ വെള്ളം എന്ന് പറയുന്നത് നമ്മളിതൊക്കെ കുടിച്ചുകൊണ്ടിരുന്നതാണ്. 1985 ഞാൻ ആലപ്പുഴയിൽ നിന്ന് 10 കുപ്പി വെള്ളം അന്ന് കിട്ടാൻ പെട്ട പാട് എനിക്കറിയാം. കേരളത്തിൽ കിട്ടിയിരുന്നില്ല. എന്നാൽ 2017 ഇന്ന് കേരളത്തില് കുപ്പിവെള്ളം വിൽപ്പന 2800 കോടി രൂപയുടെ കുപ്പിവെള്ളമാണ് കിട്ടുന്നത്. നമ്മൾ ഓർത്തു നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എവിടെ എത്തി? നമ്മുടെ ജലലഭ്യതയില്ലാത്തതുകൊണ്ടാണോ? മഴ പെയ്യാത്തതുകൊണ്ടാണോ? നദികളില്ലാത്തതുകൊണ്ടാണോ? എല്ലാം മലിനസ്യമായി. ഒരു പാടം നശിച്ചാൽ ആ പാടത്തിന്റെ ജലശേഖരണ സംവിധാനമാണ് നശിക്കുന്നത്. അതിലേക്ക് വരുന്ന വെള്ളം വരുന്ന ഗമന നിർഗമന സംവിധാനങ്ങൾ, അതിന് നാഡീഞരമ്പുകൾ നശിക്കുകയാണ്. കുളങ്ങളെല്ലാം നമ്മൾ നികത്തി കഴിഞ്ഞു. കാരണം കുളങ്ങളുടെ ആവശ്യമില്ല. തലക്കുളങ്ങൾ ഉണ്ടായിരുന്നു കൃഷിക്ക് വേണ്ടിയിട്ട്, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വാട്ടർ അതോറിറ്റി നമുക്ക് വെള്ളം തരാൻ തുടങ്ങി. അതോടുകൂടി കിണറുകളെല്ലാം മൂടി. കാരണം വാട്ടർ അതോറിറ്റി നമുക്ക് വെള്ളം തരുന്നുണ്ട്. ശുദ്ധമായ വെള്ളം കുടിക്കാൻ വേണ്ടി മിനറൽ വാട്ടർ കിട്ടാൻ തുടങ്ങി. നമ്മളിതെല്ലാം ഈ വെള്ളത്തിന്റെ കാര്യത്തിൽ നാം അഹങ്കരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കൃഷി നശിച്ചുപോയി. ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നു എന്നതാണ്. മറ്റൊന്ന് പ്രവാസികളാണ്. ഞാൻ പ്രവാസികളെ കുറ്റപ്പെടുത്താനല്ല. കേരളത്തിലെ മണി ഓർഡർ ഇക്കോണമിയുടെ ഒരു ചരിത്രത്തോടെ പറയണ്ടായി. ഇഷ്ടംപോലെ പണം മലയാളിക്ക് ലഭ്യമാകാൻ തുടങ്ങി. എന്റെയൊക്കെ നാട്ടിലെ ഒരു കാലത്ത് കാനോലിക്കനാലിന്റെ അപ്പുറത്ത് ധാരാളം മുസ്ലിങ്ങളും മുക്കോ സമുദായത്തിൽപ്പെട്ട ആൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ പ്രദേശം ഇപ്പുറത്തുള്ള പ്രദേശം കോൾ പ്രദേശമാണ്. അവിടെ ധാരാളം കൃഷിയുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണക്കാരല്ലെങ്കിലും ഞങ്ങൾ കർഷകരുടെ കുടുംബമാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നെല്ലുണ്ടാവും. കാര്യം എന്താ വെച്ചാൽ എന്റെയൊക്കെ വീട്ടുകാർ കൊയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ കൊയ്ത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നെല്ല് ഒരു വർഷത്തേക്ക് ആവശ്യമായ നെല്ല് ഞങ്ങൾ 10,000 സംഭരിച്ചു. അതാണ് ഞങ്ങളുടെ സമൃദ്ധി. പക്ഷെ അപ്പുറത്തുള്ളവർക്ക് അതില്ല. അപ്പൊ അവർ കൊയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അവർ കൊയ്യാൻ വേണ്ടി അവർ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കൊയ്യും. അവർക്ക് നെല്ല് കിട്ടും, മുതലാളിക്ക് നെല്ല് കിട്ടും, എല്ലാവരും കിട്ടും. നെല്ലിന്റെ സമൃദ്ധി ഉണ്ടായിരുന്നു. അത് കൃഷി ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഈ ആളുകളൊക്കെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലും ഈ മറ്റു സമുദായങ്ങളിലേക്ക് പെട്ട ആളുകളൊക്കെ പിന്നീട് ഗൾഫിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വേറെ സോഴ്സിൽ നിന്ന് പണം വരാൻ തുടങ്ങിയപ്പോൾ ഈ പണി, ഈ കൃഷി പോയി ചെയ്യാൻ പോകുന്ന പണി പതുക്കെ ഞങ്ങൾ കൺമുമ്പിൽ വെച്ചാണ് നനച്ചു പോകുന്നത്. ഞങ്ങളെ കണ്ടിരുന്നു. പുഞ്ചപ്പാടങ്ങളെല്ലാം നമ്മൾ കൃഷി ചെയ്യാണ്ടായി. പിന്നെ നമുക്ക് പാൽ പിടിക്കാൻ പശു വളർത്തേണ്ടതില്ല എന്ന പഴയ സിദ്ധാന്തം നമ്മൾ പ്രാവർത്തികമാക്കിയതാണ്. അന്ന് മുതലാണ് ആന്ധ്രയിൽ നിന്ന് അരി വരാൻ തുടങ്ങി. കേരളത്തിലെ അരി പതുക്കെ നിലച്ചു. ഇംഗ്ലീഷ് വെജിറ്റബിൾ എന്ന് പറയുന്ന ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയത് ഇംഗ്ലീഷ് വെജിറ്റബിൾ എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. അന്ന് പച്ചക്കറി കട നമ്മുടെ നാട്ടിലൊരു 40 കൊല്ലം മുമ്പ് വളരെ അപൂർവമായിരുന്നു. പതുക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ നിർത്തി നമ്മൾ കടകളിൽ നിന്ന് പച്ചക്കറി വാങ്ങാൻ തുടങ്ങി. ഇതിന് കാരണം നമുക്ക് മറ്റൊരു സോഴ്സിലൂടെ പണം വരാൻ തുടങ്ങിയപ്പോൾ
അതുപയോഗിച്ച് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി തുടങ്ങി. ഇതാണ് നമ്മുടെ കാർഷിക സംസ്കാരം പതുക്കെ പതുക്കെ പറകോട്ടടിക്കേണ്ട പല കാരണങ്ങളിലൊന്നും. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃഷി എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഉപജീവന മാർഗമോ നമ്മുടെ ഭക്ഷ്യസുരക്ഷയും മാത്രമല്ല, നമ്മുടെ പ്രകൃതിയുടെ സുരക്ഷിതത്വം അതിനകത്തുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കൃഷിമന്ത്രി മാത്രമല്ല, ഞാൻ സത്യത്തിൽ ആരോഗ്യമന്ത്രിയാണ്. കാരണം കൃഷി എന്ന് പറയുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ മൊത്തം ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ 3%. പക്ഷെ നാം മലയാളികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ ജനസംഖ്യയുടെ 3% മലയാളി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മൊത്തം മരുന്നിന്റെ 27% ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ. 3% മലയാളിയാണ് ഇന്ത്യയിൽ മൊത്തം ഉപയോഗിക്കുന്ന മരുന്നിന്റെ 27% കൺസ്യൂം ചെയ്യുന്നത് മലയാളികളാണ്. ഏറ്റവും അധികം ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരാണ് മലയാളികൾ. ഏറ്റവും അധികം ക്യാൻസർ, പഞ്ചാബ് കഴിഞ്ഞാൽ ക്യാൻസറിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഈ കേരളത്തിലേക്ക് വരുന്ന ഭക്ഷ്യവിഭവങ്ങളെല്ലാം കടന്നു വരുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് പച്ചക്കറി, കർണാടകയിൽ നിന്നാണ് വരുന്നത് പച്ചക്കറി, ആന്ധ്രയിൽ നിന്നാണ് വരുന്നത് അരി, പലവ്യഞ്ജനങ്ങളിൽ വരുന്ന ഹരിയാന, പിന്നെ UP അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളാണ് എല്ലാം വരുന്നത്. നമ്മുടെ കേരളത്തിന്റെ സ്വയം പര്യാപ്തയിൽ നിന്ന് നമ്മൾ മൂന്നോടുകൂടി സംഭവിച്ചത് നമ്മുടെ ആരോഗ്യം കൂടി നമുക്ക് അപകടത്തിലായിരുന്നു. വളരെ വിഖ്യാതമായ നമ്മുടെ കേരളത്തിന്റെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന രംഗത്ത് നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണം നമ്മുടെ ജീവിതശൈലി രോഗമാണ്, നമ്മുടെ പകർച്ചവ്യാധികളാണ്. പകർച്ചവ്യാധികളിലൂടെ നേരത്തെ ഷാനിക്ക് പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ പനി മൂലം മരണപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? മാലിന്യമാണ്. മാലിന്യം വരാൻ കാരണം എന്തായാലും നമ്മുടെ ജലസ്രോതസ്സുകളുടെ മലിനമാക്കപ്പെട്ടതാണ്. എങ്ങനെയാണ് ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെട്ടത്? അതിന് വേര് തേടിപ്പോയി കഴിഞ്ഞാൽ എല്ലാ ജലസ്രോതസ്സുകളും മലിനമാക്കപ്പെട്ടിരിക്കുന്ന കാരണം കാർഷിക മേഖലയിൽ നിന്നും പിന്മാറിയതാണ്. കാരണം നമ്മുടെ ജലസ്രോതസ്സുകൾ മാലിന്യം കൊണ്ടുവരാനുള്ള സ്ഥലമായി നമ്മൾ മാറ്റിയത് ഇത് കൃഷിയിൽ നിന്നും പിന്മാറിയപ്പോഴാണ് നമുക്ക് തോന്നിയത്. പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒരു തോടും വൃത്തിയാക്കാതെ കിടക്കില്ല. കാരണം അടുത്ത വർഷത്തിലെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഒരു തോട് നമ്മൾ വൃത്തിയാക്കി ഇടും, ആ വെള്ളം ഒഴുകാൻ വേണ്ടി. ഒരു തോടും വൃത്തിയാക്കാൻ നമ്മളിട്ടില്ല, കൃഷിക്കാരൻ വൃത്തിയാക്കിയിട്ടിരിക്കും. ഒരു കുളവും നമ്മൾ കിളയ്ക്കാതെ ഇടുന്ന പ്രശ്നമിരിക്കുന്നില്ല. കാരണം വെള്ളം നമുക്ക് ആവശ്യമാണ്. എല്ലാ വർഷവും തെങ്ങ് നമ്മൾ കളച്ച് ശരിയാക്കി ഇടുമായിരുന്നു. കാരണം അവിടെ വെള്ളം ഇറങ്ങിപ്പോകാൻ സൗകര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ നിർത്തിയപ്പോൾ ഈ ഒഴുകുന്ന വെള്ളം ഒഴുകിപ്പോകാൻ ഇടയില്ലാത്ത സ്ഥിതിവിശേഷം വന്നു. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. കടുത്ത വേനൽക്കാലത്ത് ജലസ്രോതസ്സുകൾ നഷ്ടപ്പെട്ടതോടുകൂടിയിട്ട് ഭൂഗർഭജലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതുമൂലം ഉണ്ടാകുന്ന ജലജന്യമായ രോഗങ്ങൾ മുതലുള്ള എല്ലാ രോഗങ്ങളും, ജീവിതശൈലി രോഗങ്ങളെല്ലാം, അതോടൊപ്പം തന്നെ നാം കഴിക്കുന്ന ഭക്ഷണം തന്നെ നമ്മുടെ ശത്രുവായി മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴാണ് നമ്മുടെ കേരളം ഏറ്റവും വലിയ രോഗഗ്രസ്തമായ ഒരു കേരളമായി മാറിയെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കേരളത്തിന്റെ ആരോഗ്യം, കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയ്ക്കുള്ള തകരാറ്, ശുദ്ധജല ലഭ്യതയിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. കഴിഞ്ഞ വർഷമാണ് നമ്മൾ മനസ്സിലാക്കിയത് കേരളം ഒരു വരൾച്ച നേരിട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേരളം അപകടത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും അധികം മരുഭൂമികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലാണ്. വയൽ നാടായിരുന്നു വയനാട് ജില്ല, വയലുകളുടെ നാട്. ഇന്നവിടെ 300 ഹെക്ടർ പോലും വയലുകളില്ലാതായി മാറി എന്നുള്ളതാണ് വയനാടിനെ മരുഭൂമിയാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് കാർഷിക സർവകലാശാലയുടെ പഠന റിപ്പോർട്ട് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അവിടെ മാത്രമല്ല, കേരളത്തിൽ എല്ലാ സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വയലുകൾ നഷ്ടപ്പെട്ട പോലെ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇത് നമ്മുടെ കേരളത്തിന്റെ ഈ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ സംസ്കാരം കൃഷിയിൽ നിന്നും മണ്ണിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, പച്ചക്കറി മാത്രമല്ല. ഞാൻ പ്രേം നസീറിന്റെ കാവ്യമേള എന്ന സിനിമ കണ്ടത് 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ആ കാവ്യമേള സിനിമ കാണാൻ പോകുമ്പോൾ, ആ കാവ്യമേള സിനിമ കാണണമെങ്കിൽ അന്ന് ടിക്കറ്റ് എടുക്കാൻ കാശില്ല. അപ്പൊ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ മുട്ട വിറ്റ കാശ് കൊണ്ടാണ്. എന്നോട് പറഞ്ഞു, കാശില്ല പക്ഷെ നീ കൊണ്ടുപോയി ഈ മുട്ട കൊണ്ട് വിറ്റോളാൻ പറഞ്ഞു. ഞാനപ്പോ അത് അമ്മാമ്മയുടെ പിന്നെ സമ്പാദ്യമായിരിക്കുന്ന കോഴിമുട്ട എടുത്തുകൊണ്ട് വിറ്റിട്ടാണ് ഞാൻ കാവ്യമേള സിനിമ. അന്ന് ഞങ്ങളുടെ വീടുകളിലൊക്കെ മുട്ട വാങ്ങല്ല ചെയ്യാറ്. എല്ലാ ബുധനാഴ്ചയും ഒരു മുട്ടക്കാരൻ വരും, കാലിക്കൊട്ടയിട്ട് വരും. അയാൾക്ക് എല്ലാ വീടുകളിൽ നിന്നും മുട്ട കൊടുക്കും. അയാൾ നിറച്ച് മുട്ടയിട്ട് ഞങ്ങൾ നാട്ടിൻപുറം തിരിച്ചു വരും. ഇന്ന് അതേ സമയത്ത് നാമക്കൽ നിന്നും മുട്ട ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കടയിൽ പോയി അവിടെ മുട്ട വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശീലങ്ങൾ നഷ്ടപ്പെട്ടു. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പശുവിനെ ഭയങ്കര പേടിയാണ്. പശുവിന്റെ ചാണകത്തിന്റെ മണം നമുക്ക് ഇഷ്ടമല്ല, പശുവിന്റെ മൂത്രത്തിന്റെ മണം നമുക്ക് ഇഷ്ടമല്ല. കുട്ടികളെ ചെളിയിൽ ഇറക്കാൻ നമുക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ എല്ലാ വീട്ടിലും തൊഴുത്തുണ്ടായിരുന്നു. എന്റെ വീട്ടിലെ പശു, ദരിദ്രന്റെ വീട്ടിലൊരു ദരിദ്രനായ പശു ഉണ്ടാവും,
പണക്കാരന്റെ വീട്ടിൽ നല്ല തുടുകൊടുത്തൊരു പശു ഉണ്ടാവും, പക്ഷെ എല്ലാവരും വീട്ടിൽ പശു ഉണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു. പിന്നെ ആർസാര് പറയാൻ തന്നെ നമ്മുടെ നാട്ടിൽ പശു വളർത്തിരുന്ന ആളുകൾ. അതിന് കാരണം ആ പശുവിന്റെ വളർത്തലിലൂടെ ഒരു വലിയൊരു പ്രക്രിയയും കൂടി നടന്നിരുന്നു. ചെറിയ തോതിൽ നമ്മുടെ വീടിന്റെ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നത്, നമ്മുടെ ഒരു ന്യൂട്രീഷ്യസ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ പശുവിന്റെ തൊഴുത്തൊക്കെ മാറ്റി, പശുവിനോട് നമുക്ക് ഭയങ്കര പുച്ഛമാണ്, പക്ഷെ എല്ലാ വീട്ടിലും നമ്മൾ നായനെ വളർത്തും. അത് മലയാളിയുടെ പുതിയൊരു കാര്യമാണ്. നമ്മൾ എല്ലാ വീട്ടിലും ഒരു നായ്ക്കൂടുണ്ടാവും, പക്ഷെ പശുവിനെ വളർത്താൻ നമുക്ക് യാതൊരു താല്പര്യമില്ല. നായനെ നമ്മൾ വീടിനകത്ത് കയറ്റിയിരുത്തും, ഒരു പ്രശ്നമില്ല, മടിയിൽ കയറ്റിയിരുത്തും. പക്ഷെ പശുവിനോടും ആടിനോടും നമുക്ക് വളരെയധികം വിഷമം തോന്നുന്ന, അല്ലെങ്കിൽ അതിനൊരു പുച്ഛം തോന്നുന്ന, കൃഷിക്കാരന് തോന്നിയത് പോലെ തന്നെ ഈ ഇതിനോട് നമുക്കൊരു പുച്ഛം. കാരണം മിൽമ നമുക്ക് പാൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തിനാ പശുവിനെ വളർത്തേണ്ട യാതൊരു കാര്യം നമുക്കില്ല. നമുക്ക് മുട്ട ഇഷ്ടം പോലെ വരുന്നുണ്ട്, കാശ് നമ്മുടെ കയ്യിൽ. ഇറച്ചിക്കോഴി ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കും, തമിഴ്നാട് ഇറച്ചിക്കോഴി വന്നുകൊണ്ടിരിക്കും, വെജിറ്റബിൾസ് വന്നുകൊണ്ടിരിക്കും. പണം നമ്മുടെ കൈവശം കിട്ടുന്നതാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ ഇപ്പൊ മലയാളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പണം മാത്രമല്ല, പണം കൊണ്ട് മാത്രമല്ല നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കേരളത്തിലെ കാർഷിക സംസ്കാരം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ കൃഷി എന്ന് പറയുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കേവലം ഒരു ഭരണപരമായ പ്രവർത്തനം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. കാരണം കൃഷി സ്വയം പര്യാപ്തതയിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമാണ്. നമ്മൾ ഇന്ന് ഇപ്പോ ജൈവ കൃഷിയെ പറ്റി നിലവിൽ സംസാരിച്ചു, ഞാൻ അതിനെപ്പറ്റി വീണ്ടും അവർക്ക് പറയില്ല. ഓർഗാനിക് ഫാമിംഗിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഹരിത കേരളം മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മാലിന്യ സംസ്കരണം, ഒന്നാമത്തെ കാര്യം, ജല സ്രോതസ്സുകളുടെ സംരക്ഷണം, ജൈവ കൃഷിയുടെ വ്യാപനം, ജലവിഭവങ്ങളുടെ ശരിയായ ഉപയോഗം, ഈ 4 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ ഒരു മിഷൻ, ഹരിത കേരളം മിഷൻ. ആ ഹരിത കേരളം മിഷനാണ് കാർഷിക കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലീഡിംഗ് മിഷൻ എന്ന് പറയുന്നത്, ദൗത്യം എന്ന് പറയുന്നതാണ്. LDF ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രക്രിയയാണ് ഹരിത കേരളം മിഷൻ. മറ്റു കാര്യങ്ങളെ പറ്റി ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. ലൈഫ്, പാർപ്പിടം, എല്ലാവർക്കും പാർപ്പിടം വേണം, അതാണ് ലൈഫ് മിഷൻ. എല്ലാവർക്കും സൗജന്യമായ ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാകണം പൊതുമേഖലയിൽ, അതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. എല്ലാവർക്കും ആരോഗ്യം അവന്റെ അവകാശമാണ്, അതാണ് ആർദ്രം മിഷൻ. ഈ 4 കാര്യങ്ങളാണ് ഇവിടെ വികസനത്തെ പറ്റി സുഹൃത്തോട് സൂചിപ്പിച്ചു. നമ്മുടെ കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് വൻകിട കെട്ടിടങ്ങളും വീതിയേറിയ റോഡുകളും ഹൈസ്പീഡ് കോറിഡോറുകളും മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. കേരളത്തിന്റെ വികസനത്തിന്റെ അജണ്ട തയ്യാറാക്കുമ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന അജണ്ട എന്ന് പറയുന്നത് മനുഷ്യന്റെ ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ലാതെ, അതിന്റെ അടിത്തറയിലല്ലാതെ നിങ്ങൾക്ക് ഒരു വികസനവും കെട്ടിപ്പോക്കാൻ സാധ്യമല്ല. നിങ്ങൾ 100 നിലയുള്ള കെട്ടിടത്തിന് മുകളിൽ ഇരുന്ന് നിങ്ങൾക്ക് ശുദ്ധവായു ഇല്ലെങ്കിൽ, അവിടെ ഇരുന്ന് നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ അത് വികസനമാകാൻ പോകുന്നില്ല. ആ വെള്ളം നിങ്ങൾക്ക് ലഭ്യമാകുന്ന പക്ഷെ കുടിയിൽ കിടക്കുന്നവന് ലഭ്യമല്ലെങ്കിൽ അതും വികസനമാകില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കൊണ്ടെത്തിക്കുക എന്നുള്ളതല്ല ഇടതുപക്ഷ മുന്നണിയുടെ ലക്ഷ്യം. അതേസമയത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള ഭൂമിയിലെ ജലസ്രോതസ്സുകളെ നിങ്ങൾക്ക് വേണ്ടി റീചാർജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ അതിന് പര്യാപ്തമാക്കി എടുക്കുക എന്നുള്ളതാണ്, പൗരബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൃഷി വകുപ്പ് പറയുന്നത്, കൃഷി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. അത് ഈ പറയുന്ന സംരക്ഷണത്തിന് കൂടി ഭാഗമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുക എന്നതാണ്. ഈ ദൗത്യങ്ങൾ, ഈ 4 ദൗത്യങ്ങൾ കേരളത്തിൽ പ്രാവർത്തികമാക്കപ്പെടുന്നതോടുകൂടി കൃഷി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. നമ്മുടെ ജലസ്രോതസ്സുകളെ, നദികളെ, നമ്മുടെ നദീതടങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ഉത്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുക. നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമായി നമ്മൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുക. 63 ലക്ഷം കുടുംബങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി കഴിയുക. എല്ലാവരും കൃഷിക്കാരനാവുക, എല്ലായിടത്തും കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാപ്തരാവുക. അങ്ങനെ വരുമ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഏതാനും കൃഷിക്കാർ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറ്റു പണികളെടുക്കുന്നവരും മണ്ണിൽ പണിയെടുക്കാൻ ബാധ്യസ്ഥരാണ്. ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവൻ കൃഷി ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് എന്ന ബോധം നമ്മുടെ പൗരബോധത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ ഗവൺമെന്റ് പറഞ്ഞത് കൃഷി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റാൻ ഗവൺമെന്റ് തീരുമാനിച്ചതുകൊണ്ടാണ്. കൃഷി പഠിക്കാതെ ഒരു കുട്ടിയും കേരളത്തിൽ SSLC പാസ്സാവാൻ പാടില്ല. നിർബന്ധമായും കൃഷി പഠിച്ചിരിക്കണം. കൃഷി എന്ന് പറഞ്ഞാൽ കേവലം ഞാറ് നടുക എന്ന് മാത്രമല്ല. ഈ ഓണത്തിന് ഒരു പുറം പച്ചക്കറിയും അതുപോലെ തന്നെ കർമ്മൽ കൃഷിയൊക്കെ വ്യാപിപ്പിക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചൊരു ഘടകം
തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിലെ ഒരു സ്കൂളിലെ ഒരു കുട്ടി അവിടുത്തെ മാഷോട് ചോദിച്ചു, എൻ്റെ കൂടെ പഠിച്ച മാഷോട് ചോദിച്ചു, ഈ നെല്ല് ഏത് മരത്തിലാണ് ഉണ്ടാവുക എന്ന കുട്ടി ചോദിച്ചു. കാരണം ആ കുട്ടി ജീവിക്കുന്ന ചുറ്റുപാടിൽ നെല്ലുണ്ടാവുന്ന ആൾ കണ്ടിട്ടേ ഇല്ല. അന്നാണ് ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും നിർബന്ധമായി ഒരു ചെറിയ സ്ഥലത്തെങ്കിലും നെൽകൃഷി കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. കരനെൽ കൃഷി ആരംഭിച്ച അങ്ങനെയാണ്. കഴിഞ്ഞ കൊല്ലം 3000 ഹെക്ടർ സ്ഥലത്ത് കരനെൽ കൃഷി ചെയ്യാൻ ഗവൺമെന്റ് സാധിച്ചു. ഈ കഴിഞ്ഞ വർഷം 15000 ഹെക്ടർ സ്ഥലത്ത് തരിസ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് സാധിച്ചു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പിന്നെ ആറന്മുള വിമാനത്താവളത്തിൽ വിമാനത്താവളത്തോട് എതിർപ്പുണ്ടായതുകൊണ്ടല്ല, അല്ലെങ്കിൽ വിമാനത്തിൽ പോകാത്ത ആളായതുകൊണ്ടുമല്ല വിമാനത്താവളം വേണ്ട എന്ന് പറയും. വിമാനത്താവളം എവിടെ വേണ്ട എന്ന് തീരുമാനിക്കണം, വിമാനത്താവളം എവിടെ വേണം എന്ന് തീരുമാനിക്കണം. എവിടെ വിമാനത്താവളം പാടില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഒരിക്കലും പാടില്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള അരിയുടെ 20% പോലും ഉത്പാദിപ്പിക്കാത്ത നമ്മുടെ കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, 90000 ഹെക്ടർ സ്ഥലത്ത് തരിശുകളുള്ള സ്ഥലമാണ് കേരളം. നമുക്ക് ആവശ്യമായിട്ടുള്ള അരിയുടെ 20% പോലും ഉത്പാദിപ്പിക്കാത്ത കേരളത്തിൽ ഏകദേശം 1,00,000 ഹെക്ടർ സ്ഥലത്ത് തരിശുകളൊക്കെ എടുക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. അത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഓരോ പ്രദേശത്തും ഈ കൃഷിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം. നമ്മുടെ കേരളത്തിന്റെ ഞാൻ നിർത്തേണ്ട സമയമായി നിർത്താം. എന്താ 2 മിനിറ്റ് കൂടി സംസാരിക്കാൻ എനിക്ക് വേണം എന്തായാലും. കാരണം എന്താ വെച്ചാല് മറ്റൊന്നുകൊണ്ടല്ല, നിങ്ങൾ പ്രവാസി മലയാളികളെ കൂടെ ഇന്ന് ഞാനൊരു കാര്യം ഇവിടെ എന്നോട് പലരും ചോദിച്ചു, കാർഷിക മേഖലയ്ക്ക് അല്ല നമ്മുടെ പ്രവാസികൾക്ക് എന്താണ് കാർഷിക മേഖല ചെയ്യാൻ കഴിയും? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇന്ന് കേരളത്തിലെ ഏറ്റവും സാധ്യമായ ഒരു മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലയാണ്. കാർഷിക മേഖലയോടനുബന്ധിച്ച് നമുക്കൊരു പ്രശ്നം, തെങ്ങ് ഏറ്റവും അധികം നെല്ല് നാളികേരം ഉണ്ടാകുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഇപ്പോഴും കേരളം തന്നെയാണ്. ഉത്പാദനക്ഷമത നമുക്കാണ് കുറവെങ്കിലും ഏറ്റവും നാളികേരം ഉണ്ടാകുന്ന കേരളത്തിലാണ്. പക്ഷെ നാളികേരത്തിൽ നിന്നും മൂല്യവർദ്ധ ഉൽപ്പന്നം ഉണ്ടാകുമ്പോൾ മൊത്തം ഉണ്ടാകുന്ന നാളികേരത്തിന് 4% പോലും മൂല്യവർദ്ധ മേഖലയിലേക്ക് പോകാത്തൊരു സ്റ്റേറ്റാണ് കേരളം. അത് ഒരു 25% കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കുതിച്ചുചാട്ടം വളരെ വലുതാണ്. നാളികേരത്തിന്റെ മൂല്യവർദ്ധിത മേഖലയിലേക്കുള്ള സാധ്യത, അനന്തമായ സാധ്യതയാണ് കേരളത്തിലുള്ളത്. ഇന്ന് അമേരിക്കയിലെ ഒരുപാട് ആളുകൾ വെർജിൻ കോക്കനട്ട് ഓയിൽ അവന്റെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. ഏറ്റവും ശുദ്ധമായ, ഏറ്റവും ക്വാളിറ്റിയുള്ള നാളികേരം ഉണ്ടാകുന്ന സ്ഥലമാണ് നമ്മുടെ കേരളം. നമുക്ക് എന്തുകൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല? ഏറ്റവും അധികം ഇന്ന് നമ്മുടെ സൂപ്പർ ഫുഡ് എന്ന് പറയാവുന്ന ഫുഡിന്റെ ഗണത്തിലേക്കാണ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് കടന്നു വരുന്നത്. 30 കോടി ജാക്ക് ഫ്രൂട്ടാണ് കേരളത്തിൽ വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ 2% പോലും മൂല്യവർദ്ധന മേഖലയിൽ കൊണ്ടുവരാൻ കേരളത്തിന് സാധിച്ചിട്ടില്ല. നമ്മുടെ കേരളത്തിൽ തനതായ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന നിരവധിയായ സാധ്യതകൾ നമുക്കുണ്ട്. നമ്മുടെ ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയാം. മറയൂർ ശർക്കര കേരളത്തിന്റെ പ്രത്യേകത, ഇടുക്കിക്കാരുടെ കാര്യം. മറയൂർ ശർക്കരയുടെ പ്രത്യേകത സാധാരണ ശർക്കരയിൽ നിന്നും വ്യത്യസ്തമായി 3 ഇരട്ടി അയൺ കണ്ടന്റ് അടങ്ങുന്ന ശർക്കര ഉത്പാദിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥലം അവിടെയാണ്, മറയൂർ ശർക്കരയാണ്. വട്ടവട വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഏറ്റവും അധികം എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് വട്ടവട വെളുത്തുള്ളി. വെളുത്തുള്ളിയിലുള്ള അതിന്റെ ഗുണത്തിൽ 3 ഇരട്ടി അധികമുള്ള സ്ഥലമാണ് നമ്മുടെ വട്ടവടയിലെ വെളുത്തുള്ളി. കേരളത്തിന്റെ സിഗ്നേച്ചർ അഗ്രികൾച്ചർ പ്രോഡക്ട്സുകളുണ്ട്. അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നിരവധിയായ സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ കാർഷിക വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഫുഡ് ഇൻഡസ്ട്രി മൂല്യവർദ്ധന മേഖലയിൽ നമുക്ക് വരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് സാധിക്കണമെങ്കിൽ പ്രവാസി മലയാളികളുടെ ഒരു വലിയ ഇടപെടൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ആധുനികമായ ടെക്നോളജികൾ കേരളത്തിൽ 14 അഗ്രോ പാർക്കുകളാണ് കേരളത്തിൽ ഗവൺമെന്റ് ആരംഭിക്കാൻ പോകുന്നത് മൂല്യവർദ്ധന മേഖലയിലേക്കാണ്. അതിന് കാരണം ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എളുപ്പമാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കണം. വില ലഭിക്കാൻ ആവശ്യമായി ഇൻഡസ്ട്രി വളരണം. ഇൻഡസ്ട്രിയിലൂടെ മാത്രമേ പുതിയ തലമുറയിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പ്രവാസി മലയാളി അടക്കമുള്ള ആളുകളെ ഈ മേഖലയിൽ കൊണ്ടുവന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഗ്രികൾച്ചർ സെക്ടർ നമുക്ക് കേരളത്തിൽ സാധ്യമാക്കാൻ വേണ്ടി സാധിക്കും. ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പ്രവാസി മലയാളികൾക്ക് മറ്റ് രാജ്യങ്ങളിൽ ലഭ്യമാകുന്നതിനേക്കാൾ കൂടുതലായി നമ്മുടെ കാർഷിക വിഭവങ്ങളുടെ മേഖലയിലേക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയണമെങ്കിൽ അതുമായി അനുബന്ധ വ്യവസായ മേഖല കൂടി നമുക്ക് പുഷ്ടിപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സംഭവിച്ച, ഞാൻ സൂചിപ്പിച്ച പോലെ നഷ്ടം എന്ന് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ക്യാപിറ്റലിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ
ഒരു ലക്ഷ്യം. എന്താണ് നാച്ചുറൽ ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാച്ചുറൽ ക്യാപിറ്റൽ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ലോകത്തെമ്പാടും അംഗീകരിക്കുന്നത് നാച്ചുറൽ ക്യാപിറ്റലിനെ പറ്റിയാണ്. പ്രകൃതി മൂലധനമാണ്. അമേരിക്കയിലാണെങ്കിലും ലോകത്തെവിടെയാണ് വികസിത രാജ്യങ്ങളിലെല്ലാം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് നാച്ചുറൽ ക്യാപിറ്റലിലാണ്. നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെട്ടു പോയത് പ്രകൃതി മൂലധനത്തിന്റെ ശോഷണമാണ്. ഈ ഹരിത കേരളം മിഷൻ ഉൾപ്പെടെയുള്ള മിഷനിലൂടെ നാം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മൂലധനം എന്ന് പറയുന്നത് പ്രകൃതി മൂലധനമാണ്. ഈ പ്രകൃതി മൂലധനം ഈ തലമുറയ്ക്ക് വേണ്ടിയുള്ളതല്ല, അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നാം കരുതി വെക്കുന്നതാണ് പ്രകൃതി മൂലധനം. കൃഷിയിലൂടെയും ഹരിത കേരളത്തിൽ സമൃദ്ധിയിലൂടെയും സംസ്ഥാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വികസന പരിപാടി എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രകൃതി മൂലധനത്തെ, അതിന്റെ ശോഷണത്തെ തടയുകയും അത് ശാക്തീകരിക്കുകയും ചെയ്തുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ പ്രകൃതി മൂലധനത്തെ നമുക്ക് സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അതാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കൃഷി വകുപ്പിന്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ അതിന്റെ ഇക്കണോമിക് പോളിസി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പോളിസി എന്ന് പറയുന്നതാണ് പ്രകൃതി മൂലധനത്തെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളത്. ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ എന്താണ് പ്രകൃതി മൂലധനം എന്ന് ചോദിച്ചാൽ, ഒരു വികസനം എന്ന് പറയുമ്പോൾ നേരത്തെ ആരെ സൂചിപ്പിച്ച പോലെ മെട്രോ ട്രെയിൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു വലിയ ഹൈവേ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയും. പ്രകൃതി മൂലധനം നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല, അത് ജീവിതത്തിലൂടെ അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി നാം മാറ്റിവെക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു സംഭാവനയായിരിക്കും. അതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ. അതാണ് എനിക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ളൂ. വെറുതെ കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കുറെ കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് വളരെ സമഗ്രമായ ആരോഗ്യവുമായി നമ്മുടെ സംസ്കാരവുമായി നമ്മുടെ പ്രകൃതി സംരക്ഷണവുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ സമഗ്രമായ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ജൈവ കൃഷി അടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പൊ നേരത്തെ ഇന്നലെ മാണി സ്കറിയ സംസാരത്തിൽ ഞാൻ പറയുണ്ടായി, നമുക്ക് ജൈവ കൃഷിയെ ശാസ്ത്രീയമായി പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെ പുനഃസംഘടിപ്പിക്കണം? ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ടാകും. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓർഗാനിക് ഫാമിംഗിന്റെ പാക്കേജ് ഓഫ് പ്രാക്ടീസ് കൊണ്ടുവന്നത്. കേരളത്തിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്. അത് ഈ കൃഷി വകുപ്പ് തീരുമാനിച്ചുള്ള അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പാക്കേജ് ഓഫ് പ്രാക്ടീസ് ഇല്ല. ഹരിത വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ആ സ്കൂളിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പാക്കേജ് ഓഫ് പ്രാക്ടീസ് ആണ് അമേരിക്ക അടക്കം ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓർഗാനിക് മേഖലയിലെ ശാസ്ത്രീയമായ പാക്കേജ് ഓഫ് പ്രാക്ടീസ് കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് അടക്കമുള്ള ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓർഗാനിക് ഫാമിങ്ങിനെ കമേഴ്ഷ്യൽ രീതിയിൽ തന്നെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് ഫാമിലേക്ക് നമുക്ക് വരാൻ വേണ്ടി സാധിക്കണം. ആ രൂപത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖലയെ കൊണ്ടുവരുന്നതെല്ലാം ഈ ഒരു കാഴ്ചപ്പാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്ന് പറയാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇതാണ് എനിക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള ഒരു കാര്യങ്ങൾ. ഇനിയും വല്ല ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അതിനിടയിൽ പറയാം. പിന്നെ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഷാനി ബാക്കിലിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഷാനിയും അതുപോലെ തന്നെ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ തന്നെ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും എനിക്കതിൽ ഇന്ററാക്ഷൻ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിലെനിക്ക് ഒരു കാര്യം മാത്രമേ അതിൽ പറയാനുള്ളൂ. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു തൊഴിലാളിയാണ്, ഒരു എഴുത്തുകാരനാണ്, ഒരു വ്യവസായത്തിന്റെ ഭാഗമാണ്. ഇന്ന് ഷാനി ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താണ് പത്രപ്രവർത്തനം? അത് നിർണ്ണയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് ആ പത്രപ്രവർത്തനം കൂടി നിശ്ചയിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാനൊരു പത്രമാധ്യമത്തിന്റെ തൊഴിലാളിയാണ്, ഞാനൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, ഞാനൊരു പത്രമാധ്യമത്തിന്റെ റേറ്റിംഗിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രം ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലാളിയാണ് എന്ന ചോദ്യത്തിന് ഒരു പത്രമാധ്യമ സുഹൃത്ത് തന്നെയാണ് അതിന് സ്വയം മറുപടി നിശ്ചയിക്കേണ്ടത്. ഞാനൊരു മാധ്യമത്തിന്റെ കേവല തൊഴിലാളിയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും അവരോട് സംസാരിക്കേണ്ട കാര്യമില്ല, അവരോട് ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ പത്രമാധ്യമ പ്രവർത്തകനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾ കേവലം ശമ്പളക്കാരനല്ല എന്നുള്ളതാണ്, അയാൾ തൊഴിലാളിയല്ല എന്നുള്ളതാണ്, അയാൾ കേവലം ഒരു എഴുത്തുകാരനുമല്ല എന്നുള്ളതാണ്. അയാളാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവൻ. ഇപ്പൊ ഞാൻ എപ്പോഴും ഈ നിയമസഭയിൽ ഇരിക്കുമ്പോൾ മീഡിയ ഗാലറിയെ ഞങ്ങൾ കാണുന്നത് അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മനോരമയിൽ ഈ സോമനാഥോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ അല്ല ഞാനവിടെ കാണാറുള്ളത്. ഞാൻ കാണുന്നത് ജനങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളെ നോക്കുന്നു എന്നുള്ളതാണ്.
കാരണം ഞങ്ങളെ നോക്കുന്നത് ഇവരിലൂടെയാണ് എന്നുള്ള ചിന്തയാണ് ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് പത്രക്കാരെ പറ്റി ഉണ്ടാകുന്നത്. ഈ ചിന്ത പത്രക്കാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പത്രമാധ്യമ ധർമ്മത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. പക്ഷെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ നമുക്ക് വ്യക്തമായി അറിയുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ അറിയണം എന്ന കാര്യമാണെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കാൻ പത്രമാധ്യമങ്ങൾ, ഒരു പത്രമാധ്യമ പ്രവർത്തകൻ ബാധ്യസ്ഥനാണ്. ശരിയായ കാര്യങ്ങൾ, ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കാൻ ബാധ്യത. അതാണ് ഇവിടെ നേരത്തെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. സ്വരാജ് ഇവിടെ ചൂണ്ടിക്കാണിച്ചുള്ള കാര്യങ്ങളും ഞാൻ ആവർത്തിക്കുകയല്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ സരിതയുടെ കാര്യം കൂടെ പറഞ്ഞു. ആ സരിത വിഷയത്തിൽ തന്നെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വലിയൊരു അഴിമതി, ഒരു കറപ്ഷൻ നമ്മൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ കറപ്ഷൻ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ലൈംഗിക അപവാദ കേസായി അതിനെ അധപ്പതിക്കുകയുണ്ടായത്. പലപ്പോഴും ഒരു പെറ്റി പൊളിറ്റിക്സിലേക്കോ അല്ലെങ്കിൽ പെറ്റിനെസ്സിലേക്കോ മാധ്യമ പ്രവർത്തനം മാറുന്ന ചില സന്ദർഭങ്ങളിൽ ഒന്നായി ഞാനതിനെ കാണുകയാണ്. കാരണം സത്യത്തിൽ പാരമ്പര്യേതര ഊർജ മേഖലയിൽ സൗരോർജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ നയം ആവിഷ്കരിച്ചപ്പോ ആ നയത്തിന്റെ ഭാഗമായി ADB-യുമായി ഉണ്ടാക്കിയ കരാറിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കോടി രൂപ കടം വാങ്ങിയപ്പോ അതിലെ ഒരു വിഹിതം കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പാരമ്പര്യേതര ഊർജ്ജ മേഖലയിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയാണ്. 10,000-ലധികം കോടി രൂപയാണ് കേരളത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ പമ്പ് ചെയ്യപ്പെട്ടപ്പോ പാരമ്പര്യേതര ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗരോർജ്ജത്തിന്റെ സാധ്യതകൾക്ക് വലിയ വാതായനം തുറക്കുകയാണ്. അത് സ്വകാര്യ മേഖലയുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് വരാൻ പോകുന്നത്. അതിന് നോഡൽ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പകരം ഒരു ഏജൻസിയായി രംഗപ്രവേശനം ചെയ്യുന്ന ഒരു ഭാഗമായിരുന്നു സരിത എന്ന് പറയുന്ന ഒരു വ്യക്തി. പല കേന്ദ്രമന്ത്രിമാരുടെയും കേരളത്തിലെ മന്ത്രിമാരുടെയും മക്കളുമായി ചേർന്നുകൊണ്ട് സൗത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സൗരോർജ്ജ പാനലുകളുടെയും ബാറ്ററികളുടെയും മൊത്ത കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി തന്നെ രൂപീകരിക്കപ്പെടുന്നതിന്റെ ഒരു ചാലക ശക്തിയായി പ്രവർത്തനം ആരംഭിച്ച ഒരാളായിരുന്നു സരിത എസ് നായർ എന്നുള്ളതാണ് വസ്തുത. അവരൊരു പെണ്ണായി പോയി എന്നുള്ളതുകൊണ്ടും അവർ കാണാൻ ഭംഗിയുള്ളവരായി എന്നുള്ളതുകൊണ്ടും പിന്നീട് സംഭവിച്ചത് ഒരു സ്ത്രീ എന്ന നിലയിൽ അവരെ എത്ര ഫോൺ വിളിച്ചു, അങ്ങനെ പോയി ആ നിലയ്ക്കാണ് അത് ചലിച്ചത്. പക്ഷെ ഉള്ളുകളിലേക്ക് പോകാൻ പത്രമാധ്യമങ്ങൾ വേണ്ടത്ര ശ്രമിച്ചു. ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോ CD ചോദിച്ച് അന്വേഷിച്ച് എവിടേക്ക് പോയപ്പോ എന്നോട് ചോദിച്ചു, അതേ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഒരിക്കലും എനിക്ക് പ്രതികരിക്കാനില്ല. എനിക്ക് ഉമ്മൻചാണ്ടിയോട് രാഷ്ട്രീയമായ വിരോധമുണ്ട്, പക്ഷെ ഇക്കാലത്തെ പറ്റി ഞാൻ പ്രതികരിക്കാനില്ല. എനിക്ക് അതിനെപ്പറ്റി ഞാൻ താല്പര്യമില്ലാതെ പറഞ്ഞ ഒരാളാണ്. ഒരുപക്ഷെ ഷാനിക്ക് ഓർമ്മിക്കുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കാം. കാരണം നമ്മളെപ്പോഴും അതൊരു ലൈംഗിക അപവാദ കേസായിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയാണ്, അതിനാണ് കൂടുതൽ റേറ്റിംഗ് എന്നുള്ളതുകൊണ്ട് അത് ആ നിലയിലേക്ക് പോകുക. അതുകൊണ്ടാണ് സരിതയുടെ പത്രസമ്മേളനത്തിന് പകരം കിട്ടിയത്. സരിതയുടെ പത്രസമ്മേളനത്തിന് പകരം കിട്ടാൻ കാരണം സരിത ഇന്ന് വെളിപ്പെടുത്തുന്ന ആരെ പേരാണ് വെളിപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തയിലേക്ക് ഇത് പോയി. ഒറിജിനൽ ആയിരുന്നു യഥാർത്ഥത്തിൽ എന്തായിരുന്നു കറപ്ഷൻ, ആ കറപ്ഷൻ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അത് മാറ്റപ്പെട്ടു. ഇത് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട വിധത്തിൽ ജനങ്ങൾ അറിയിക്കുന്നതിനുള്ള ബാധ്യതപ്പെട്ട മീഡിയ ഒരുപക്ഷെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതല്ല യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം. ഇതാണ് സത്യം എന്ന് പറയാൻ ബാധ്യതപ്പെട്ടവരാണ് മീഡിയകൾ. ഒഴുക്കിനൊപ്പം നീന്താൻ എളുപ്പമാണ്, ഒഴുക്കിനെതിരെ നീന്താനുള്ള മാധ്യമങ്ങളുടെ ശക്തിയാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം. കാരണം ജനാധിപത്യത്തെ പലപ്പോഴും ജുഡീഷ്യറി തകർക്കാൻ ശ്രമിക്കും, ചിലപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് തകർക്കാൻ ശ്രമിക്കും, ലെജിസ്ലേറ്റീവ് തകർക്കാൻ ശ്രമിച്ചേക്കാം. പക്ഷെ ഒരിക്കലും പത്രമാധ്യമങ്ങൾ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കാൻ പാടില്ല. അവരാണ് കാവൽപടന്മാർ. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പൊ നമ്മുടെ മർഡോക്കും അംബാനിയൊക്കെ പത്രമാധ്യമത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം അത് ഏറ്റവും ലാഭകരമായ ബിസിനസ് ആയതുകൊണ്ടല്ല. അവരുടെ ബിസിനസ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ജനാധിപത്യ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ കാവൽപ്പട്ടി അവന്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് അവൻ അതിനെ വിലക്ക് വാങ്ങുന്നത്. അതായത് അവർ വ്യവസായത്തിൽ മറ്റു വ്യവസായത്തെക്കാൾ മികച്ച വ്യവസായമായതുകൊണ്ടല്ല. അത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിനകത്ത് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പറയാനുള്ളൊരു കാര്യം. പിന്നൊന്ന്, ഇവിടെ നേരത്തെ പറഞ്ഞു, ഷാനി തന്നെ പറഞ്ഞ പോലെ കണക്ക് പുറത്തു പോലുള്ള കാര്യങ്ങളിലും പിന്നെ കോടതിയിലെ വിഷയങ്ങളൊക്കെ അറിയാം. പക്ഷെ പൊതുവായിട്ട് നമ്മൾ ഒരു സാമാന്യവൽക്കരണ സിദ്ധാന്തത്തിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ഇന്ത്യൻ തർക്കശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ, ഭാരതീയ തർക്കശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ സിദ്ധാന്തമുണ്ട്. നമ്മൾ ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആടിന് 4 കാലുണ്ട്, പട്ടിക്ക് 4 കാലുണ്ട്.
ആടിനും വാലുണ്ട്, പട്ടിക്കും വാലുണ്ട്. ആടിന് 2 ചെവിയുണ്ട്, പട്ടിക്ക് 2 ചെവിയുണ്ട്. അതെല്ലാം ആടും പട്ടിയാണെന്ന് പറയാം. കാരണം ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. 4 കാല് ആടിനുണ്ട്, 4 കാല് പട്ടിക്കില്ല. ശരിയാണ്. വാല് ആടിനുണ്ട്, പട്ടിക്കും വാലുണ്ട്. ചെവിയുണ്ട് ആടിന്, പട്ടിക്കും ചെവിയുണ്ട്. അതുകൊണ്ട് എല്ലാ പട്ടിയും ആടാണെന്നും എല്ലാ ആടും പട്ടിയാണെന്നും പറയാൻ പാടില്ല. ആ സാമാന്യവൽക്കരണ സിദ്ധാന്തം ഒരിക്കലും ചില ഘട്ടങ്ങളിൽ പ്രയോഗിക്കാൻ പാടില്ല. പട്ടി ഏതാണെന്നും ആട് ഏതാണെന്നും വ്യക്തമാക്കി കൊടുക്കലാണ് പത്രമാധ്യമ ധർമ്മം. അല്ലാതെ സാമാന്യവൽക്കരിക്കുക എന്ന് പറയുന്ന സിദ്ധാന്തം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത്രമാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം ഈ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ഇപ്പോ കടക്കപ്പുറത്ത് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശൈലിയുടെ പ്രശ്നമാണ്. അത് ഒരു ധിക്കാരമായിട്ടുള്ള ഞാൻ കാണുന്നത്. അദ്ദേഹം അത് പറയാൻ അദ്ദേഹം അതിന്റെ സാഹചര്യത്തെ പറഞ്ഞുള്ള സത്യമായിരിക്കാം. പക്ഷെ അത് അദ്ദേഹത്തിന്റെ പത്രമാധ്യമങ്ങളോട് നരേന്ദ്രമോദി കാണിക്കുന്ന ദേശീയ തലത്തിൽ പത്രമാധ്യമങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അത് വ്യത്യസ്തമാണ്. കേന്ദ്ര ഭരണാധികാരികളുടെ സമീപനമല്ല കേരളത്തിലെ ഭരണാധികാരികൾ ഏതാണെങ്കിലും മാറി മാറി വന്ന ഏത് സർക്കാരാണെങ്കിലും പത്രമാധ്യമങ്ങളോട് സമീപിച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമാണ്. പത്രമാധ്യമങ്ങളെ ബഹുമാനിക്കുകയും പത്രമാധ്യമങ്ങളുടെ വിമർശനത്തെ ഭയക്കുന്നവരുമല്ല, പത്രമാധ്യമങ്ങളാൽ വിമർശിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. പത്രമാധ്യമങ്ങളാൽ വിമർശിക്കപ്പെടുമ്പോഴാണ് ഒരു നല്ല ഗവൺമെന്റ് ഉണ്ടാവുന്നത്. കാരണം പത്രമാധ്യമങ്ങൾ വിമർശിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാകുമ്പോഴാണ് അത് വിമർശനമാവുകയും ചെയ്യുന്നത്. അപ്പോൾ പത്രമാധ്യമങ്ങളാൽ ഒരു ഗവൺമെന്റ്, ഒരു മന്ത്രി വിമർശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മന്ത്രിയുടെ ദോഷമല്ല, ആ ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല പൊട്ടൻഷ്യലിനെ വളർത്തിയെടുക്കാനുള്ള ഒരു മാർഗം കൂടിയാകും. അതുകൊണ്ട് ഏറ്റവും നല്ല ആരോഗ്യകരമായ ഒരു വിമർശനം പത്രമാധ്യമങ്ങളും ഭരണകൂടവും തമ്മിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ വികാസത്തിന്റെ ഏറ്റവും നല്ല കുറച്ചെങ്കിലും നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. പാനന്മേലുള്ള ചർച്ചയാണ്. ചർച്ചയിൽ പങ്കെടുക്കാനായി ഈ കൂടുതൽ ആൾക്കാരുണ്ടെന്നറിയാം. എന്നാലും ഓർഗാനിക് പാക്കേജിനെ കുറിച്ചുള്ള സംഭാഷണം വളരെ നന്നായിരിക്കുന്നു. ടൈംസ് ഓഫ് എക്കണോമിക്സിൽ വന്ന വാർത്ത 75% ജനങ്ങൾക്കും രോഗബാധിതരാകാനുള്ള കാരണം വിഷലിപ്തമായ ഭക്ഷണമാണെന്നുള്ളതാണ്. അപ്പം ഫുക്കോയുടെ ഒറ്റവൈക്കൽ വിപ്ലവമൊക്കെ വായിച്ച അപഗ്രഥിച്ച ആ പാക്കേജ് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു നിഴൽഛായകൾ. വളരെ സന്തോഷം. പാനൽ ചർച്ചയ്ക്ക് വേണ്ടി ഡോക്ടർ രാംപിള്ളയെ ക്ഷണിച്ചുകൊള്ളുന്നു. സംസാരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം സംസാരിച്ച മതി. പാനൽ ചർച്ച ചെയ്യുന്നു. അടുത്തതായിട്ട് മാധവൻ വി നായരെ ക്ഷണിക്കുന്നു. നമസ്കാരം. നമസ്കാരം. അപ്രതീക്ഷിതമാണെങ്കിലും ഈ സബ്ജക്റ്റ് ഞാൻ എൻ്റെ ഗ്രാജുവേഷന് ബോട്ടണി എടുത്തുകൊണ്ടും 1-2 കാര്യങ്ങൾ 2 മിനിറ്റിൽ പറയാൻ ഉദ്ദേശിച്ചു. 60-70 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ടും പഞ്ചവത്സര പദ്ധതിക്ക് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ് ആദ്യമായി ഊന്നിയത്. അതൊന്നും നടന്നില്ല. കാർഷിക മേഖലയ്ക്കാണ് ഊന്നു കൊടുത്തെങ്കിലും പിന്നീട് അത് പഞ്ചവത്സര പദ്ധതികൾ കാലം കാലമായി നീളുകയും ടൈമിൽ വരാതെയും ഇംപ്ലിമെന്റ് ചെയ്യാനും പല പ്രോജക്റ്റുകളായിട്ട് മാറി. അന്ന് പ്രൊഫസർ KVR റാവു എല്ലാ നദികളെയും കൂട്ടിയിണക്കി ഫ്ലഡും ഫാമിനും മാറ്റാമെന്നുള്ള ഒരു വലിയൊരു പഞ്ചവത്സര പദ്ധതി പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അന്നത് നടന്നിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഫ്ലഡും ഫാമിനും വരില്ലായിരുന്നു. ഈ കർഷകർക്ക് ഇന്നത്തെ ഈ അരിഷ്ടതാവസ്ഥ വരില്ലായിരുന്നു. കൃഷി ലാഭകരമായ ഒരു നിത്യവൃത്തിയായതിന് ഈ സൂസൈഡുകളും മറ്റു കാര്യങ്ങളും ഒന്നും നടക്കില്ലായിരുന്നു. ഈ വോട്ട് പൊളിറ്റിക്സ് വരില്ലായിരുന്നു. ഈ കടം എഴുതിത്തള്ളൽ വരില്ലായിരുന്നു.
ടൈംലി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടുള്ള പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ആണ് ഇതിനെല്ലാം കാരണമെന്ന് ബേസിക്കലി ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ആ സെയിം പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്നു. Maybe if it is coming, that's good. എക്കോളജി അനുസരിച്ച് വേൾഡ് ഗ്ലോബൽ വാർമിങ്ങും എല്ലാ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലും അത് വരികയാണ്. ലാൻഡ് ഫില്ലിംഗ്, ഫോറസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്, ഇതെല്ലാം വന്ന് ചെറുകിട കർഷകരെയാണ് ഈ റിസോഴ്സസ് മുഖാന്തരം എല്ലാം ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പോയിന്റ് എനിക്ക് ഇതിൽ ഊന്നി പറയാനുള്ളത്, നമ്മുടെ കൃഷി മന്ത്രിയോട് ബേസിക്കലി ഈ മാലിന്യ നിർമ്മാണം ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ കേരളത്തിലുള്ള ജൈവ കൃഷിക്കും ഡിസ്പോസൽ ഓഫ് ഓൾ ദ വേസ്റ്റ് ഈ ഡെങ്കിപ്പനി പോലുള്ള വരുന്നതിനുള്ള ഒരു പ്രിവെൻഷനും, ആ ഒരു കാര്യം മാത്രം ഇതെല്ലാം മറന്നിട്ട് കൃഷി മന്ത്രി അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ഇതിന്റെ കോമ്പോസിഷൻ ആയിട്ടുള്ള ഒരു ഡൈനാമിക് ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രവാസി മലയാളികളുടെ ബിഹാഫില് അതൊരു വലിയൊരു കാര്യമായിരിക്കും എന്ന് ഞാനൊരു ഊന്നി പറയുന്നു. ഒരു കാര്യം ചെയ്താൽ മതി. ഇന്ന് നാട്ടിൽ പോകാനായിട്ട് ഡെങ്കിപ്പനി വരുമെന്നുള്ള രീതിയിൽ ആരും പോകാതിരിക്കുന്ന ഒരു പേടിയാണ് ഇപ്പോഴും വിധിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് സ്ട്രോങ്ലി ഐ റെക്കമെൻഡ് ദിസ് പോയിന്റ് ടു ബി നോട്ടഡ്, ടു ബി ഇംപ്ലിമെന്റഡ് ഫ്രം അവർ സൈഡ്. താങ്ക് യു. ഇതിനിടയിൽ ജോസ് കണിയാലി പറഞ്ഞത് ഭക്ഷണം ശരിയായിട്ടുണ്ട്, ഒരു മിനിറ്റിനകം ചുരുക്കണമെന്നാണ്. കഴിഞ്ഞ് ചുരുക്കി സംസാരിക്കണം. അടുത്തതായി ഡോക്ടർ ഫ്രീമോ വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് രാമദാസ് പിള്ളായി. പേര് മാറ്റാൻ പറഞ്ഞ സാരമില്ല. എനിക്ക് 2 പോയിന്റ് പറയാനുണ്ട്. ഇവിടുത്തെ ഈ മാലിന്യത്തിൻ്റെ പ്രശ്നം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ഈ പ്രശ്നമുണ്ട്. വൈ കാൻ വി ഇംപ്ലിമെന്റ് വെരി സക്സസ്ഫുൾ മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് ഹാൻഡ്ലിംഗ് ദിസ് ഇഷ്യൂ all over the world? Why can't we adopt that in Kerala? അതായത് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് റിഡംഷൻ വാല്യൂ വെച്ചിട്ട് കളക്ട് ചെയ്യുക, ഓട്ടോമാറ്റിക് റിട്ടേൺ ഈസ് എൻഫോഴ്സ്ഡ്, 95% കളക്ഷൻ പോസിബിൾ ആണ്. All the plastic bags are prohibited. So these 2 simple things, if you implement, it will be successful. It has been successful all over the world. Okay, another thing, ഈ കേരളത്തിലെ കൃഷി സക്സസ്ഫുൾ ആയ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ലാൻഡ് ഇല്ല, ലാൻഡ് കുറവ്, പണിക്കാരെ കിട്ടാനില്ല, വളരെ അധികം വേതനം കൊടുക്കേണ്ടി വരുന്നു, 600 രൂപ 700 രൂപ ഡെയിലി വേജസ്. It is becoming very, very difficult. So future looks like we have to go into industrialization of agriculture. This is ചീര വെച്ച് കഴിഞ്ഞാൽ 12 വിളവെടുക്കാം ഒരു വർഷം. ഒരു മാസം കൊണ്ട് അത് പക്കം 12 വിളവെടുക്കാം. അതുപോലെ തന്നെ ഈ പുറത്തുനിന്നുള്ള കീടങ്ങളെല്ലാം ഫലപ്രദമായി കൺട്രോൾ ചെയ്യാം. അക്വാപോണിക്സ്, ഞാനൊരു കൺവെൻഷന് പോയതാണ് ലോസ് ആഞ്ചലസിൽ, ഈ അക്വാപോണിക്സിന്റെ ഒരു കൺവെൻഷൻ. അതുകൊണ്ട് ഇത് വളരെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ഈ സൂര്യപ്രകാശത്തിന് പകരം LED ലൈറ്റ്സ്, പല കളേഴ്സിലുള്ള LED ലൈറ്റ്സ്, ഇതാകുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് എല്ലാ മാസവും കൃഷി അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും വിളവ് വരും, വരുമാനം ഉണ്ടാവും. നമുക്ക് എംപ്ലോയീസിന് ഈ കൂലിപ്പണി റെസ്പെക്ട് ഇല്ലാത്ത ഈ ഡെയിലി വേസിന് ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. 15,000 രൂപ ശമ്പളത്തിൽ നമുക്ക് ആളിനെ നിയമിക്കാം. സ്ഥിരമായിട്ട് ഒരു വരുമാനം ഉണ്ടാകുന്ന, ദിസ് ഈസ് കോൾഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. That is going on in the world. So we should adopt that. Thank you. കൂടുതൽ സംസാരിക്കാനുള്ള ഒരു പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് മന്ത്രിയുടെ കൊടുത്താൽ അതിന്മേലൊരു ചർച്ച നടക്കും. അടുത്തതായിട്ട് ഡോക്ടർ ഹാനി സക്രിയെ ക്ഷണിച്ചു.
ഒരു ഡൈനാമിക് ആയിട്ടുള്ള കൃഷിമന്ത്രിയോട് ഇത് പറയാതിരിക്കാൻ വയ്യ എനിക്ക്. കാരണം രണ്ട് കാര്യം ഞാൻ നോട്ട് ചെയ്തത് ഇവിടെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം വിഷമാകുന്നു എന്ന്. അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോട്ടോകോൾ കൊണ്ട് ശക്തനായ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു മന്ത്രിസഭയ്ക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ നോക്കും. അതിനൊരു ഉദാഹരണമാണ് ഇവിടുത്തെ EPA. രണ്ടാമത്തേത് കൃഷി നഷ്ടമാണ്, കൃഷി പുച്ഛമാണ്. കൃഷി പുച്ഛമാണെന്നുള്ളതിന് അതിനും ഒരു സജഷൻ തരാം. എല്ലാ നിയമസഭാ സാമാജികന്മാരെയും ഞാൻ പറയുന്നതല്ല, മരിച്ചുപോയ നോബൽ പ്രൈസ് വിന്നർ നോർമൻ ബോർലോ പറഞ്ഞാണ്, എല്ലാവരെയും ഒരു മുറിയിലിട്ട് പൂട്ടി ഒരാഴ്ചത്തേക്ക് ഭക്ഷണം കൊടുക്കരുത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ വാല്യൂ എന്തുവാണെന്നുള്ളത് അവർ കണ്ടുപിടിക്കും. പിന്നെ മൂന്നാമത് ഞാൻ പറയാൻ പോകുന്ന ഇവരുടെ മാധ്യമപ്രവർത്തകരോട് ഒന്ന് ഓർത്തിരിക്കണം, കൃഷി നഷ്ടമാണ് എന്നുള്ളത് ഇവിടെയുണ്ട്. അതെല്ലാം ഞാനിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു എൻ്റെ ഇതിലില്ല. ഞാനൊരു ഉദാഹരണം പറയാം. കോട്ടയത്ത് നട്ടാശ്ശേരി, അവിടെ കുഞ്ഞുമോനെ എനിക്ക് 1 മിനിറ്റ് കൂടെ വേണം കണിയാലി, ഇത് പറയാതിരിക്കാൻ വയ്യ എനിക്ക്. കോട്ടയത്ത് താങ്ക് യു. കോട്ടയത്ത് നട്ടാശ്ശേരിയിലെ കുഞ്ഞുമോൻ, അവന് വാഴക്കൃഷിയാണ് ജോലി. അവന് കാർഷിക അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ വാഴയുടെ ഈ ചുണ്ട് വിൽക്കും. അവൻ 5 രൂപയ്ക്ക് നട്ടാശ്ശേരിയിൽ നിന്ന് കോട്ടയം ചന്തയെ കൊണ്ട് വിൽക്കും. 5 രൂപയാണ് കിട്ടുന്നത്. പക്ഷേ ഇത് വാങ്ങിക്കുന്നവന് അവൻ്റെ ട്രക്കെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് വിൽക്കും. ആ ട്രക്കിൽ നിന്ന് മാറ്റി മറ്റൊരു ട്രക്കിലോട്ട് വിറ്റിട്ട് അവൻ 20 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ദിസ് ഈസ് ദ പ്രോബ്ലം വിത്ത് ദ മാർക്കറ്റിംഗ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഈ ഭക്ഷണ സാധനങ്ങൾക്ക് വിലയില്ല എന്നുള്ളതല്ല. അപ്പം ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പോളിസി റിവൈസ് ചെയ്യാതെ കേരളത്തിലെ ഒരു കൃഷിക്കാരനും സക്സസ്ഫുൾ ആകാൻ ഒക്കത്തില്ല. അത് നിയമസഭയിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ 2 കാര്യങ്ങൾ ചെയ്താൽ കേരളത്തിലെ ഒത്തിരി വ്യത്യാസം ഉണ്ടാകും. കാരണം കൃഷി ഒരിക്കലും നഷ്ടമല്ല, കൃഷിയും നഷ്ടമല്ല, പള്ളിക്കൂടം പഠിപ്പിക്കുന്ന വാദ്യാരന്മാരും നഷ്ടമല്ല, രോഗികളെ നോക്കുന്ന നേഴ്സുമാരും നഷ്ടമല്ല. ഇവരെല്ലാം ഒരു സൊസൈറ്റിയുടെ ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അത് കാര്യമായിട്ട് എടുക്കണം. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും അതിൽ ഹെൽപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യ മുഴുവനും ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി ഇതേപ്പറ്റി ശരിക്കും പഠിച്ചിട്ടുള്ള ഒരാളാണ്. അത് പ്രാവർത്തികമായിട്ടുള്ള ഒരാളും കൂടിയാണ്. താങ്ക് യു വെരി മച്ച്. ഇനിയുള്ള ഒരു കഴിവതും ഒന്ന് ചുരുക്കാൻ ശ്രമിക്കണം. അടുത്തതായി ഡോക്ടർ. നമ്മുടെ 1 മണിക്കാണ് ഹോട്ടലിലെ ലഞ്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ 1-2 എംപ്ലോയീസ് ഒക്കെ